നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇ ഗവേണൻസ് ടോപ്പിക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വൈസിൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമ്മളുടെ പേപ്പർ 2. സോ ഇ ഗവേണൻസ് നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ അത് നമുക്ക് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പാർട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഐഡിയ വേണം. ആ ഒരു ഗവേണൻസിൽ നിന്ന് എന്താണ് ഈ ഒരു ഇ ഗവേണൻസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT ഉപയോഗിച്ചുള്ള ഗവേണൻസ് എന്നുള്ള ഒരു ഐഡിയ വേണം. സോ ഞാൻ ഈ ഒരു ഇ ഗവേണൻസിന്റെ ക്ലാസ് എങ്ങനെയാണ് ഒന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഒരു സ്റ്റാറ്റിക് ലെവലിലുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിന്റെ ബേസിക് കാര്യങ്ങളും തന്നെ അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാമെന്ന്. 3ാമത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഈ 2 ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അതിന്റെ ഒരു കറണ്ട് അഫെയർ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഓരോരോ സ്റ്റേറ്റുകൾ ചെയ്തിട്ടുള്ള ഈ ഗവേണൻസ് പ്രോജക്റ്റുകൾ ഏതാണെന്നുള്ളതും, അതിനുശേഷമുള്ള ക്ലാസ്സിൽ നമുക്ക് ഒരു 1 വേർഡിലേക്ക്, അതായത് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് നമുക്ക് ശരിക്കും പരീക്ഷയ്ക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാമെന്നുള്ള രീതിയിലുള്ള ഒരു 1 വേർഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്കും കറണ്ട് അഫെയറിലേക്കും പോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗവേണൻസ് നമ്മൾ സാധാരണ ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നമുക്ക് എപ്പോഴും എന്താണ് മനസ്സിലേക്ക് വരിക, അത്തരത്തിലുള്ള കുറച്ച് ലീഡേഴ്സ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലുമാണ്. അവര് കൺട്രിയുടെ വെൽബീയിങ്ങിനായിട്ട് അല്ലെങ്കിൽ സിറ്റിസൺസിന്റെ ഒരു അപ്ലിഫ്റ്റ്മെന്റിനായിട്ട് അവരവരുടെ പവറോ അതോറിറ്റിയോ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഗവേണൻസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയും. സോ ബേസിക്കലി നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഐഡിയ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു പബ്ലിക് പോളിസി എന്ന് തന്നെ എടുക്കാം. സോ അത്തരത്തില് ഒരു പബ്ലിക് പോളിസി കൊണ്ടുവന്ന് മനുഷ്യരും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ മനുഷ്യരും ഒരു സിറ്റിസൺ തന്നെ എടുക്കാം, ഒരു സിറ്റിസണും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഇന്ററാക്ഷൻ. സോ അത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് നന്നാക്കി നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു കാര്യം. നമ്മൾ അങ്ങനെ ഈ ഒരു ഗവേണൻസിനെ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവുന്ന കാര്യം, അതൊരു ക്രിട്ടിക്കൽ ആൻഡ് ഇൻസെപ്പറബിൾ ഇലമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി a critical and inseparable element of the state ആണ്. നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ. നമ്മളുടെ ആർട്ടിക്കിൾ 12, ആർട്ടിക്കിൾ 36, ആർട്ടിക്കിൾ 12 എക്സാക്ട്ലി, ആർട്ടിക്കിൾ 12 and 36. ആർട്ടിക്കിൾ 12, 36 എന്നുള്ള ആർട്ടിക്കിളുകളിലാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനെ പറ്റി പറയും. അത് സ്റ്റേറ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഗവർണർ ആൻഡ് ആക്ച്വലി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ദെൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ദെൻ ഗവൺമെന്റ് ഓൺഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള PSUs. സോ അത്തരത്തിലുള്ള ഗവൺമെന്റലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ പറയും. സോ അത്തരത്തിലുള്ള ആ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ഇലമെന്റ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഗവേണൻസിലെ കണക്കാക്കുന്നത്. നമുക്ക് നോക്കിയാല് നമ്മളുടെ ഒരു ഗവൺമെന്റ് നോക്കിയാൽ ഗവൺമെന്റിന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നുള്ള രീതിയിലുള്ള 3 തരത്തിലുള്ള എന്തുണ്ട്, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി ഉണ്ട്, അല്ലെങ്കിൽ പില്ലേഴ്സ് ഓഫ് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാം. നമുക്കിതിൽ നിന്ന് തൽക്കാലം നമുക്ക് ജുഡീഷ്യറിയെ ഒഴിവാക്കാം. ജുഡീഷ്യറി ഒഴിവാക്കുന്നത് എന്താ വെച്ചാൽ ദേ ഓൺലി ഇന്റർപ്രറ്റ് ദ ലോസ്. ആ ഒരു ലോസ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ജുഡീഷ്യറി ചെയ്യുന്നുള്ളൂ. ബട്ട് ലെജിസ്ലേച്ചർ ഇറ്റ് മേക്ക് ലോസ് ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചർ ആണ്. അതുപോലെ ആ ലോസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ജുഡീഷ്യറിയെ തൽക്കാലം ഒഴിവാക്കി ആ ഒരു ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങളെ കാണാം. സോ അങ്ങനെ കാണുമ്പോൾ നമ്മളിപ്പോ സ്റ്റേറ്റിന്റെ അതേ ഡെഫിനിഷനിൽ തന്നെ നോക്കിയാല് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, പഞ്ചായത്തുകൾ ആയിക്കോട്ടെ, നഗരപാലിക ആയിക്കോട്ടെ, അത്തരത്തിലുള്ള വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു നല്ല ഒരു സൊസൈറ്റിയിലേക്കും അല്ലെങ്കിൽ നമ്മളുടെ സിറ്റിസൺസിന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഗവേണൻസിനെ കാണാൻ പറ്റുക. അതായത് അങ്ങനെ ഗവൺമെന്റ് അവർ ഇത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുമ്പോൾ
ഇൻസ്റ്റിറ്റ്യൂഷനും സിറ്റിസൺസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരും. നമുക്കറിയാം പലതരത്തിലുള്ള രാജ്യങ്ങളുണ്ട്, പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്. എന്നാൽ നമ്മൾ നോർത്ത് കൊറിയയിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എൻ ഓട്ടോക്രാറ്റിക് കൈൻഡ് ഓഫ് എ സ്റ്റേറ്റ്. ബംഗ്ലാദേശ് ഒരു സെമി മിലിറ്ററി സിറ്റുവേഷനിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഈ ഒരു ഗവേണൻസിന്റെ നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ബേസിക്കലി ഗവേണൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വരിയിൽ കൊടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ ഹു ഗവേൺസ് ആൻഡ് ഹൗ വെൽ വി ആർ ഗവേൺഡ് എന്നുള്ളതാണ്. അതായത് ആരാണ് നമ്മളെ ഭരിക്കുന്നത്, നമ്മൾ എന്തുമാത്രം നന്നായിട്ടാണ് ഭരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാകും. ഹു ഗവേൺസ് ആൻഡ് ഹൗ വെൽ വി ആർ ഗവേൺഡ്. ഓക്കെ, ഹു ഗവേൺസ് ആൻഡ് ഹൗ വെൽ വി ആർ ഗവേൺഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് നമുക്ക് ഇതിലേക്ക് വരും. UNDP ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ PSCയുടെ ഒരു മനസ്ഥിതി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം നോക്കിയാൽ ഇത്തരത്തിലുള്ള ഡെഫിനിഷൻസോ ഏതെങ്കിലും കൊടുത്തിട്ട് ഇത് ഏത് ഓർഗനൈസേഷൻ ആണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ ചില കാര്യങ്ങൾ ഇവർ എന്ത് ചെയ്യുന്നു, 1, 2, 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റും. ഈ ഒരു ഡെഫിനിഷനെ തന്നെ they will divide it into 2 statements or 3 statements. എന്നിട്ട് എന്ത് ചെയ്യും, 1 and 2 are correct, 2 and 3 are correct, all of them are correct, none of them is correct എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുവരും. നമ്മള് ഇപ്പോ PSCയിലെ ചേഞ്ചിൽ വന്നതിന് ശേഷം, അതായത് PSC ഒരു UPSCക്ക് പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഇവര് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലാവുക ഒന്നുകിൽ വിക്കിപീഡിയയിൽ നിന്നും അല്ലെങ്കിൽ ഇഗ്നോയുടെ നോട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ അത്രയും റിലവന്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നോട്ടുകളിലോ ബുക്കുകളിലോ തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ് തന്നെയാണ് ഇവരെന്ത് ചെയ്യുക, ഇവരെടുത്തിട്ട് ഒന്ന് ചിലപ്പോൾ മോഡിഫൈ പോലും ചെയ്യില്ല, ആ പാരഗ്രാഫ് തന്നെയാണ് എന്ത് ചെയ്യാം, 1, 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പഠിക്കുമ്പോൾ വിചാരിക്കും നമ്മളിതൊരു 1 word ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്, അവിടെ നമുക്കൊരു ഡെഫിനിഷന്റെ ആവശ്യമുണ്ടോ എന്ന് എന്ത് ചെയ്യും, ഒരു ചോദ്യം ഉണ്ടാവും. പക്ഷേ ഡെഫിനിഷൻ മനസ്സിലാക്കുന്നത്, ഞാനത് നിങ്ങളോട് കാണാതെ പഠിക്കണം എന്ന് ഒരിക്കലും പറയില്ല. കാര്യം നമുക്ക് KS പോലെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ എഴുതേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാതെ പഠിക്കണ്ട. പക്ഷെ ഇതിന്റെ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതിയാവും, മനസ്സിലാക്കിയാൽ മതിയാവും. UNDPയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദ എക്സസൈസ് ഓഫ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. വാട്ട് കൈൻഡ് ഓഫ് അതോറിറ്റി? എക്കണോമിക് അതോറിറ്റി. ബഡ്ജറ്റ് എന്ന് പറയുന്നതും ഗവേണൻസിന്റെ ഒരു പാർട്ടാണോ. നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ്, ഓക്കെ, ഒരു ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ്. അത്തരത്തിലുള്ള ബഡ്ജറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ഇക്കണോമിക് ആയിട്ടുള്ള അതോറിറ്റി എന്ത് ചെയ്യുകയാണ്, എക്സർസൈസ് ചെയ്യുകയാണ്. ഇനി അതല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു, ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നു. യൂണിഫോം സിവിൽ കോഡ് ഇടയ്ക്കിടയ്ക്കൊക്കെ UPSCക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 44 ആണ് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നത്. അതൊരു DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസിയാണ്. അതില് ആർട്ടിക്കിൾ 44 എന്തിനെ പറ്റി പറയുന്നത്, UCCയെ പറ്റി പറയുന്നത്, യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നത്. അത്തരത്തിലുള്ള ഒരു യൂണിഫോം സിവിൽ കോഡ് വരും. അത് അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അതോറിറ്റി എന്ത് ചെയ്യുകയാണ്, കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു കാര്യം. ഓർ ദർ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. പുതിയതായിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോ പഞ്ചായത്ത് രാജ് മുഴുവൻ മാറ്റി പുതിയ രീതിയിൽ കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനായിട്ട് DARPG, ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, അവരിപ്പോ ഒരു 2nd ARC റിപ്പോർട്ടിന് പകരം ഒരു 3rd ARC റിപ്പോർട്ട്. ഓക്കെ, പറയാൻ വന്ന അടുത്ത കാര്യം, നമുക്ക് 2nd ARC എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്, വീരപ്പ മൊയ്ലി എന്ന് പറയുന്ന നമ്മളുടെ ഒരു പഴയ സാമാജികൻ, അദ്ദേഹം ചെയർമാനായിട്ടിരുന്ന ഒരു കമ്മിറ്റിയാണ് ഈ 2nd ARC. ഈ 2nd ARC കമ്മിറ്റിയുടെ ചില റിപ്പോർട്ടുകൾ, എല്ലാ റിപ്പോർട്ടുകളും ഒന്നും ആവശ്യമില്ല, അതൊന്നും മുഴുവൻ വായിച്ച് തീർക്കുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ആ ഒരു റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ സിലബസുമായി ചേർന്ന് വരുന്ന കാര്യങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ എന്റെ ക്ലാസ്സുകളിൽ അതിലെ കുറെ റിപ്പോർട്ടുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് വഴിയാലെ പറയാം. അങ്ങനെ അവര് പറഞ്ഞിരിക്കുന്ന 2nd ARC റിപ്പോർട്ട് പ്രകാരം പുതിയ ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് വരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ,
സോ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ KS കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം നല്ല രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുള്ള ഓഫീസേഴ്സിലേക്ക് കൊണ്ടുവരും. സോ അങ്ങനെ ഗവൺമെന്റ് എക്കണോമിക്കോ പൊളിറ്റിക്കലോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അതോറിറ്റി യൂസ് ചെയ്ത് നമ്മളുടെ കൺട്രിയുടെ ഒരു ലോവർ ലെവലിലും ഒരു സ്റ്റേറ്റ് ലെവലിലും ഒരു സെൻട്രൽ ലെവലിലും അങ്ങനെയുള്ള എല്ലാ ലെവൽസിലും എന്ത് ചെയ്യുന്നു? കൺട്രിയുടെ അഫേഴ്സിനെ മാനേജ് ചെയ്ത് അങ്ങനെ ഒരു സോഷ്യൽ കൊഹീഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. സോഷ്യൽ കൊഹീഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. സോഷ്യൽ കൊഹീഷൻ മീൻസ് സാമൂഹികമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ എന്നുള്ളതാണ് അർത്ഥം. അതായത് ഇന്ത്യയിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിളിൽ റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നുണ്ട്. പക്ഷെ എവിടോ ഒരു ഇക്വാലിറ്റി ഇല്ലടോ. നമുക്കൊരു ഫ്രെറ്റേണിറ്റി ഇല്ല, ഒരു കോമൺ ബ്രദർഹുഡ് ഇല്ല, നമുക്കൊരു യൂണിറ്റി ഇല്ല. നമുക്കുള്ളതെല്ലാം ടോട്ടൽ ഡൈവേഴ്സിറ്റി മാത്രമാണ്. സോ ഒരു ഡൈവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള റിലീജിയൻ വെച്ചിട്ടുള്ള ഡിവേഴ്സിറ്റി അല്ലെങ്കിൽ സെക്ട് വെച്ചിട്ടുള്ള ഡിവേഴ്സിറ്റി, അതുമല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാസ്റ്റോ ക്രീഡോ വെച്ചിട്ടുള്ള ഡിവേഴ്സിറ്റി, ഇതെല്ലാം മാറ്റി ജനങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് അത്തരത്തിൽ നല്ല രീതിയിലേക്ക് പോവുകയും അങ്ങനെ ഒരു നാഷണൽ യൂണിറ്റി ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ കൊണ്ടുവരാനുമായിട്ടാണ് അവരെന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള എക്കണോമിക്കും പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവുമായിട്ടുള്ള അതോറിറ്റി യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്ത് ദ ഗവൺമെന്റ് ബൈ യൂസിങ് ഗവേണൻസ് they are ensuring the well-being of the population. They are ensuring the well-being of the population. സോ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാലും സിറ്റിസൺ എന്ന് പറഞ്ഞാലും സെയിം ആണ്, അങ്ങനെ തന്നെ എടുക്കുക. രണ്ടും തമ്മിൽ ടെക്നിക്കലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എങ്കിൽ പോലും ആക്ച്വലി എന്ത് ചെയ്യുക? ഈ പോപ്പുലേഷന് പകരം സിറ്റിസൺസ്, വെൽബീയിങ് ഓഫ് ദ സിറ്റിസൺസ് എന്ന് എടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിൽ പഠിക്കാം. എന്ത് ചെയ്യുന്നു? നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഗവൺമെന്റുകളും, സ്റ്റേറ്റും സെൻട്രലും അതുപോലെ തന്നെയുള്ള ലോക്കൽ അതോറിറ്റികളും അവരുടെ എക്കണോമിക്കും പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവുമായിട്ടുള്ള അതോറിറ്റി യൂസ് ചെയ്ത് ഗവൺമെന്റിന്റെ എല്ലാ ലെവൽസിലുമുള്ള അഫയേഴ്സിനെ മാനേജ് ചെയ്ത് അങ്ങനെ ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു നാഷണൽ ഇന്റഗ്രേഷനും യൂണിറ്റിയും സോഷ്യൽ കൊഹീഷനും കൊണ്ടുവന്ന് അങ്ങനെ ഏറ്റവും അവസാനം നമ്മളുടെ സിറ്റിസൺസിന്റെ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഒരു വെൽബീയിങ്ങിന് അല്ലെങ്കിൽ നല്ലതിന് വേണ്ടി കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? നമ്മൾ ഗവേണൻസ് എന്നുള്ള പേരിട്ട് വിളിക്കുക എന്നുള്ള രീതിയിൽ പറയും. സോ അപ്പോ ഈ ഒരു ഗവേണൻസിനെ നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഗവൺമെന്റിന്റെ ഒരു ഫോക്കസ് എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരും. വീണ്ടും ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ PPT ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വരും. എങ്കിൽ പോലും ഇപ്പം പണ്ട് നമ്മളുടെ ഗവേണൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് സെക്ടറിനെ വലിയ രീതിയിലുള്ള ഒരു താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ 1991 വരെ ഈ സോവിയറ്റ് റഷ്യ അല്ലെങ്കിൽ USSRന്റെ ഒരു സോഷ്യലിസ്റ്റിക് കൈൻഡ് ഓഫ് ഐഡിയോളജി ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ആ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടു നടന്നിരുന്നത്. അതായത് USSRന്റെ തരത്തിലുള്ള 5 ഇയർ പ്ലാനുകൾ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ അത്ര എന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ അത്തരത്തിലുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ 1991 നമുക്ക് LPG അഥവാ ന്യൂ എക്കണോമിക് പോളിസി വേണ്ടി വന്നു. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു 3 തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും അതിന്റെ കൂട്ടത്തിൽ തന്നെ USSR ഡിസൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ റഷ്യ ഉണ്ടാവുന്നു. അതുപോലെ ഇറാഖ് വാർ നടന്നിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എന്തും കൂടി നഷ്ടമുണ്ടാകുന്നു, ഒരു ഫോറിൻ റെമിറ്റൻസ് കൂടി നഷ്ടമാകും. സോ ഇത്തരത്തില് ടോട്ടലി കയ്യിൽ നിന്ന് പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു 91-92. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? നമുക്ക് നമ്മളുടെ എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ഗവേണൻസിനകത്തേക്ക് മാർക്കറ്റിന് വല്ലാത്ത ഒരു ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നു? ഉണ്ടാവുകയാണ്. ദെൻ 97ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഉണ്ട്, 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ആർക്കെങ്കിലും ഓർമ്മ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ടുള്ളതാണ് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. അങ്ങനെ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന് ശേഷം കോഓപ്പറേറ്റീവ് എൻഡവറുകൾ
അതായത് അമുല് അല്ലെങ്കിൽ മിൽമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള നമ്മളുടെ എന്താ പറയാ സംഘങ്ങൾ. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും കൂടി എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻസ് വരും. സോ അങ്ങനെ നമ്മളൊരു ഗവേണൻസ് പ്രോജക്റ്റ് ഇനി കൊണ്ടുവരുമ്പോൾ ആ ഒരു ഗവേണൻസ് പ്രോജക്റ്റ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റും മാർക്കറ്റും, ഗവൺമെന്റും സിവിൽ സൊസൈറ്റിയും, മാർക്കറ്റും സിവിൽ സൊസൈറ്റിയും, ഗവൺമെന്റും കോഓപ്പറേറ്റീവ് എൻഡവറും, മാർക്കറ്റും കോഓപ്പറേറ്റീവ് എൻഡവറും, സിവിൽ സൊസൈറ്റിയും കോഓപ്പറേറ്റീവ് എൻഡവറും, ഇവരെല്ലാവരും തമ്മിൽ ഒരു കിടിലമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കൊണ്ടുവരികയും അങ്ങനെ നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കം എന്താണ്? ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കം വളരെ സിമ്പിൾ ആയിട്ട് പറയാം, വെൽഫെയർ ഓഫ് ദ സിറ്റിസൺ. വെൽഫെയർ ഓഫ് ദ സിറ്റിസൺ. അപ്പൊ അങ്ങനെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഇൻകം ഇനി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, വെൽഫെയർ ഓഫ് ദ സിറ്റിസൺ മാത്രമല്ല നാഷണൽ ഇന്റഗ്രേഷൻ ഒരു ഡിസൈഡ് ഔട്ട്കം ആണ്, ശരിയാണ്. നാഷണൽ യൂണിറ്റി ഒരു ഡിസൈഡ് ഔട്ട്കം ആണ്, ശരിയാണ്. സോഷ്യൽ കൊഹീഷൻ ഒരു ഡിസൈഡ് ഔട്ട്കം ആണ്, ശരിയാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക. സത്യത്തിൽ ഇങ്ങനെ ഗവൺമെന്റ് സ്കീമുകൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യും, ഇതിനു വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാവും. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ പരീക്ഷ എഴുതുമ്പോഴുള്ള ഒരു ക്വിക്ക് വിറ്റ് കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ഡിസൈഡ് ഔട്ട്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഐറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യത്തെ ഫോക്കസ് എന്തായിരിക്കണം, ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റും മാർക്കറ്റും സിവിൽ സൊസൈറ്റിയും കോഓപ്പറേറ്റീവ് എൻഡവറും തമ്മിലുള്ള ഒരു നല്ല ഇന്ററാക്ഷൻ കൊണ്ടുവരികയും അങ്ങനെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഇനി രണ്ടാമത്തെ ഫോക്കസ് എവിടെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, increase the quality of the government. See, നമ്മളുടെ ഗവേണൻസിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും പറയുന്ന ആൻസർ കറപ്ഷൻ ആയിരിക്കും. കറപ്ഷൻ ഉണ്ട്, നെപ്പോട്ടിസം ഉണ്ട്, ഫേവറൈറ്റിസം ഉണ്ട്, റെഡ് ടേപ്പിസം ഉണ്ട്. അതായത് ശരിക്കും ഇതിനകത്ത് എന്തുണ്ട്, കറപ്ഷൻ, അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതം, അതാണ് നെപ്പോട്ടിസം, സ്വജനപക്ഷപാതമുണ്ട്. അതുപോലെ തന്നെ ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ, ഒരു പാർട്ടിക്കാരെ മാത്രം ഫേവർ ചെയ്യുന്ന ഫേവറൈറ്റിസം ഉണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഗവൺമെന്റിന്റെ ക്വാളിറ്റിയെ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. അങ്ങനെയല്ല, ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നമ്മളുടെ ഗവൺമെന്റിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതിലായിരിക്കണം നമ്മളുടെ രണ്ടാമത്തെ ഫോക്കസ്. ദ തേർഡ് ഫോക്കസ്, ഇറ്റ് ഈസ് ആക്ച്വലി a significant position of citizens that is a collective participation in decision making. A collective kind of participation in decision making. എന്താന്ന് പറയാം, നമ്മളുടെ ഇന്ത്യയിലെ നമ്മളുടെ പാവം പിടിച്ച സിറ്റിസൺസിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഗവൺമെന്റ് ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ ആ പോളിസി വരുമ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമില്ല. ആ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് ശരിക്കും അങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ പോളിസി യൂസ് ചെയ്യുന്ന കസ്റ്റമർ മാത്രമായി പോകുന്നുണ്ടോ. വി ആർ ജസ്റ്റ് എ കൺസ്യൂമർ ഓഫ് ദ പോളിസി. അങ്ങനെ ആവരുത്. നമ്മളുടെ പോളിസീസ് എങ്ങനെയാകണം, ഇൻക്ലൂസീവ് ആകണം. So inclusiveness is a very, very important part. Inclusiveness എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഇൻക്ലൂസീവ്. നമ്മൾ ഒരാളെ ഒഴിവാക്കുന്നില്ല. നമ്മൾ പെണ്ണായതുകൊണ്ട് അവരെ ഒഴിവാക്കുന്നില്ല, ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവരെ ഒഴിവാക്കുന്നില്ല, SC/ST ആയതുകൊണ്ട് അവരെ ഒഴിവാക്കുന്നില്ല, ട്രൈബൽ ആയതുകൊണ്ട് അവരെ ഒഴിവാക്കുന്നില്ല. അങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു ചേർന്ന് അവരെല്ലാവരും കൂടിയുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ മേക്കിങ്ങിന് കൊണ്ടുവരണം. അതായത് ചുരുക്കി പറഞ്ഞ പോളിസി മേക്കിങ്ങില്, പോളിസി ഇംപ്ലിമെന്റേഷനില്, പോളിസി സ്ക്രൂട്ടിനിയില്, ഇത് മൂന്നൊന്ന് എഴുതി വെക്കണേ. വരെ നിങ്ങൾ ഇത് പലയിടത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് ഒരു പീപ്പിൾ പാർട്ടിസിപ്പേഷൻ എവിടെ വേണം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ എവിടെ വേണമെന്ന് ചോദിച്ചാൽ 3 വേണ്ടത്. പോളിസി ഫോർമുലേഷൻ, പോളിസി ഉണ്ടാക്കുന്നിടത്ത്. പോളിസി ഇംപ്ലിമെന്റേഷൻ, പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന, അത് നടപ്പിലാക്കുന്ന സമയത്ത്. ആൻഡ് പോളിസി സ്ക്രൂട്ടിനി, അതായത്
ഈ കൊണ്ടുവന്നിട്ടുള്ള പോളിസി നമുക്ക് നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനാണ് ഒരു പോളിസി സ്ക്രൂട്ടിനി എന്ന് പറയുക. സോ ഈ ഒരു രീതിയിൽ ഈ ഒരു 3 സ്ഥലത്തും നമ്മൾ സിറ്റിസൺസിന്റെ പൊസിഷൻ സിഗ്നിഫിക്കന്റ് ആക്കി. സോ അത്തരത്തിലുള്ള ഒരു കളക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതൊരു കാര്യം. സോ അപ്പൊ നമ്മൾ 3 ഫോക്കസ് എവിടെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വൺ, ദ റിഫോം ഇൻ ദ ഗവേണിംഗ് പ്രോസസ് ഫോർ ബെറ്റർ ആൻഡ് ഇംപ്രൂവ്ഡ് പോളിസി ഔട്ട്കം. നമുക്ക് നമ്മളുടെ ഗവേണിംഗ് പ്രോസസ്സിനെ തന്നെ റിഫോം ചെയ്യണമല്ലോ. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പോളിസി ഇൻകം കുറച്ചും കൂടി ഔട്ട്കം, പോളിസി ഔട്ട്കം. സോ അത്തരത്തിലുള്ള ഒരു പോളിസി പുറത്തു വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് RTI. സോ അതൊരു ഇമ്പോർട്ടന്റ് റിഫോം ആണ്. നമ്മൾ കേരളം നോക്കുക. കേരളത്തിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സേവനാവകാശ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ. സോ അങ്ങനെ നോക്കുമ്പോൾ സർവീസ് നമുക്ക് ഇവിടെ എന്താണ്? സർവീസ് നമുക്കൊരു റൈറ്റ് ആണ്. സോ അങ്ങനെ സർവീസ് ഒരു റൈറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അത് ഗവേണിംഗ് പ്രോസസ്സിൽ വന്ന ഒരു റിഫോമാണ്. സോ ആ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പോളിസി ഔട്ട്കം കൊണ്ടുവരാം, ഒരു ഗവേണിംഗ് പ്രോസസ്സിൽ റിഫോം കൊണ്ടുവരാൻ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കണം നമ്മളുടെ ഫോക്കസ് എന്നുള്ളതാണ് 4ാമത്തെ കാര്യം. ആൻഡ് ദെൻ എൻകംപാസ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട് ഓഫ് ദ ഗവേണിംഗ് സിസ്റ്റം. നമ്മളുടെ ഗവേണിംഗ് സിസ്റ്റം, അതായത് നമ്മളുടെ ഗവൺമെന്റിന്റെ, സെന്റർ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, എല്ലാം കൂടി ചേർന്നതായിക്കോട്ടെ, അവരുടെ പൊളിറ്റിക്കലും സോഷ്യലും എക്കണോമിക്കലുമായിട്ടുള്ള ഒരു ആസ്പെക്റ്റിനെ ഒന്നിച്ചു ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ അതിൽ അടുത്തതായി ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റിന്റെ, ഗവൺമെന്റിന്റെ, മാർക്കറ്റിന്റെ, കമ്മ്യൂണിറ്റിയുടെ, ഇവരുടെ എല്ലാവരുടെയും എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്, അവരുടെ ഇഫക്റ്റീവ്നെസ്സും അവരുടെ എഫിഷ്യൻസിയും കൂട്ടുക എന്നുള്ളതുമായിരിക്കണം നമ്മളുടെ ഫോക്കസ് എന്നുള്ള രീതിയിൽ പറയാം. ഞാനിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമുക്ക് RTI എന്നൊരു സാധനമുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ. നമുക്കത് ജസ്റ്റ് അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നപ്പോൾ അതൊരു ഗവേണൻസ് പ്രോസസ് ആണ്. ഗവേണൻസിന്റെ റിഫോംസിനായിട്ട് വന്നതാണ്. ബട്ട് സ്റ്റിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഗവേണൻസ് പ്രോസസ്. സോ അങ്ങനെ ഒരു ഗവേണൻസ് പ്രോസസ് ആയിട്ട് ഇത് എടുക്കുമ്പോൾ ഇൻഫർമേഷൻ ആൾക്കാരുടെ കയ്യിൽ കിട്ടി. ഇൻഫർമേഷൻ എന്താണ്? ഇൻഫർമേഷൻ ഇസ് പ്രോസസ്ഡ് ഡാറ്റ. അതായത് നമുക്ക് കുറെ വിവരം തരുന്നു. ഇപ്പൊ ഒരു സ്കൂളിലെ തന്നെ കുറെ കുട്ടികളുടെ പേര് തരുന്നു, കുറെ കുട്ടികളുടെ ഏജ് തരുന്നു, കുറെ കുട്ടികളുടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ മാർക്ക് തരുന്നു. ദാറ്റ്സ് എ ഡാറ്റ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുന്നില്ല. എന്നാൽ അതേ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷൻ ആണ്. അതായത് ഇത്ര കുട്ടികൾ 14 വയസ്സിനും 7 വയസ്സിനും ഇടയിലാണ്, ഇത്ര കുട്ടികൾ 14-നും 6-നും ഇടയിലാണ്, ഇത്ര കുട്ടികൾ SC വിഭാഗത്തിൽ നിന്നാണ്, ഇത്ര കുട്ടികൾ OBC വിഭാഗത്തിൽ നിന്നാണ്, ഇത്ര കുട്ടികൾ ജനറൽ വിഭാഗത്തിൽ നിന്നാണ്, ഇത്ര കുട്ടികൾ ഇവിടെ സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട്, ഇത്ര കുട്ടികൾക്ക് 90% മാർക്ക്. ദാറ്റ്സ് ആൻ ഇൻഫർമേഷൻ. ഇറ്റ്സ് എ പ്രോസസ് ഡേറ്റ. സോ അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു കാര്യം നേടാനായിട്ട് ഒരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ, നമ്മൾ കോടതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കേസായിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ നമ്മൾ സമീപിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഏജൻസി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എക്സിക്യൂട്ടീവുകളുടെ അക്കൗണ്ടബിലിറ്റി കൂട്ടുന്നു. എടോ എന്തുവാടോ ഈ അക്കൗണ്ടബിലിറ്റി? നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പലയിടത്തും ആ വാക്ക് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ അക്കൗണ്ടബിലിറ്റി? റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാനിപ്പോ നിൽക്കുന്ന പാലക്കാട് കളക്ടർ പെണ്ണാണ്, അത് വേണ്ട. നമുക്ക് ആണ് കളക്ടറായ എവിടെയെങ്കിലും ഇപ്പൊ നമുക്ക് കോഴിക്കോട് കളക്ടർ ഭാര്യയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, സാരി മേടിച്ചു കൊടുക്കണില്ല എന്ന് വിചാരിക്കും. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കളക്ടർ ഇപ്പൊ ഭാര്യയ്ക്ക് സാരി മേടിച്ചു കൊടുക്കുന്നില്ല. ഭാര്യയ്ക്ക് സാരി മേടിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്? അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ ഇവിടെ ഒരു റോഡ് ഉണ്ട്. ആ റോഡ് ടാർ ചെയ്യേണ്ടത് ആക്ച്വലി ആരാണ്? നമ്മളുടെ കളക്ടറാണ്. കളക്ടർ ആ റോഡ് ടാർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാൻഡമസ് കൊടുക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആർട്ടിക്കിൾ 32 റിട്ടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്.
അതിനകത്ത് ഹെബിസ്കോപ്പസ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ റിട്ടാണ് മാൻഡമസ്. ഓക്കെ, വാട്ട് ഈസ് മാൻഡമസ്? മണ്ട, യു മസ്റ്റ് ഡു ദാറ്റ്. സിമ്പിൾ. മണ്ട, എടാ മണ്ട, യു മസ്റ്റ് ഡു ദാറ്റ് എന്ന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രീതിയിൽ കോടതി പറയുന്നു. കോടതി എന്ത് പറയുന്നു? നമ്മൾ ഒരാൾ, ഓക്കെ, ഒരു പബ്ലിക് അതോറിറ്റി, ഒരു പബ്ലിക് ഓഫീസർ, ഇഫ് ഹി ഫെയിൽ ടു പെർഫോം ഹിസ് ഡ്യൂട്ടി ഓർ റെഫ്യൂസ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടി, ഒരു പബ്ലിക് സർവന്റ് അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ വിമുഖത കാണിച്ചു എന്നുണ്ടെങ്കിൽ, അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്ന സാധനമാണ് മാൻഡമസ്. സോ മാൻഡമസ് കൊണ്ട് അവനെ അതിന് അക്കൗണ്ടബിൾ ആക്കുകയാണ്. ആ ഒരു ലൈക്ക് റോഡ് ടാർ ചെയ്യാൻ അവൻ അക്കൗണ്ടബിൾ ആക്കുക. സോ വാട്ട് ഈസ് അക്കൗണ്ടബിലിറ്റി? യെസ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി, ബട്ട് ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ റെസ്പോൺസിബിലിറ്റി ഓർ എ ലീഗലി എൻഫോഴ്സിബിൾ റെസ്പോൺസിബിലിറ്റി. അവനത് ചെയ്തില്ലെങ്കിൽ അവനെ കൊണ്ട് നമുക്ക് കോടതി വഴി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള അതോറിറ്റീസ് വഴി, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് വഴി അവനെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു? RTI വെച്ചിട്ട് ഓക്കെ, ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ അക്കൗണ്ടബിൾ ആക്കും. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് പറയും. അപ്പൊ അക്കൗണ്ടബിലിറ്റി ഓക്കെ കൊണ്ടുവരുന്നു. അക്കൗണ്ടബിലിറ്റി എങ്ങനെ കൊണ്ടുവന്നു? RTI നിങ്ങൾക്ക് ട്രാൻസ്പെയറൻസി തന്നു. എന്ത് തന്നു? ട്രാൻസ്പെയറൻസി. സോ വാട്ട് ഈസ് RTI? ഇറ്റ് ഈസ് എ ട്രാൻസ്പെയറൻസി ടൂൾ. ട്രാൻസ്പെയറൻസിയുടെ ഒരു മലയാളം എന്താണ്? സുതാര്യതയാണോ? എക്സാക്ട്ലി സുതാര്യത. സുതാര്യ കേരളം എന്നൊക്കെ പറയില്ലേ? സോ ആ സുതാര്യത. സോ സുതാര്യത എന്താ വെച്ചാൽ നമുക്ക് ഗവൺമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ടോട്ടലി ഒപ്പേക്കാര്. RTI വന്നപ്പോ നമുക്ക് ആ വിവരങ്ങൾ നമുക്ക് കിട്ടി. സോ അത് ട്രാൻസ്പെയറൻസി. സോ ഇവിടെ ഒരു ട്രാൻസ്പെയറൻസി ടൂള് നമുക്ക് അക്കൗണ്ടബിലിറ്റി തന്നു. ഒരു ട്രാൻസ്പെയറൻസി ടൂള് നമുക്ക് അക്കൗണ്ടബിലിറ്റി തന്നു. അങ്ങനെ ഇപ്പൊ ബെനിറ്റസ് ആണ് ആ പണി ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ബെനിറ്റസിനെ ഞാൻ അക്കൗണ്ടബിൾ ആക്കിയപ്പോഴെന്ത് പറ്റി? ബെനിറ്റസ് എണീറ്റ് ആ ഒരു ജോലി വളരെ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ബെനിറ്റസിന് എന്ത് കിട്ടി? ബെനിറ്റസിന്റെ എഫിഷ്യൻസി, ബെനിറ്റസിന്റെ എഫിക്കസി ഇൻക്രീസ് ചെയ്തു. അതിന്റെ എഫിഷ്യൻസി, അതിന്റെ ഓക്കെ ഈ പറയുന്ന രീതിയിലുള്ള എഫിഷ്യൻസിയും എഫിക്കസിയും ഇൻക്രീസ് ചെയ്തു. അങ്ങനെ എഫിഷ്യൻസിയും എഫിക്കസിയും ഇൻക്രീസ് ചെയ്താൽ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അത്തരത്തിലുള്ള എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്താൽ ഗുഡ് ഗവേണൻസിലേക്ക് പോകും. എവിടേക്ക് പോകും? ഗുഡ് ഗവേണൻസിലേക്ക് പോകും. സോ അങ്ങനെ നോക്കുമ്പോൾ RTI ഒരു ട്രാൻസ്പെയറൻസി ടൂളാണ്. അതുപോലെ തന്നെ RTI എന്താണ്? ഗുഡ് ഗവേണൻസ് തരുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അത് മാറ്റി ഈ ഗവേണൻസ് ഇടുക. ഈ ഗവേണൻസും എന്താണ്? ഒരു ഗുഡ് ഗവേണൻസ് ടൂളാണ് എന്നുള്ള രീതിയിൽ പറയാം. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്താണ്? നമുക്കൊരു ഗവേണൻസിന്റെ ആവശ്യകത, ഒരു ഗവേണൻസിന്റെ എന്ത് വരുന്നത്? ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഫോക്കസ് വരുന്നത് എന്ന് പറയാം. സി ഐഡിയൽ ഗവേണൻസ്. ഐഡിയൽ ഗവേണൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ശരിക്കുമുള്ള ഒരു ഗവൺമെന്റ് എങ്ങനെ ആയിരിക്കണം, ഓക്കെ, ഒരു ഗവൺമെന്റ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ള ഐഡിയ ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മളുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഐഡിയൽ ഗവേണൻസ് എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെ ഐഡിയൽ ആയിട്ടുള്ള ഗവേണൻസ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വൺ, ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ഫ്രം വെൻ? or independent from what? സോ അങ്ങനെ ചോദിച്ചാൽ എക്സിക്യൂട്ടീവിൽ നിന്ന്, ലെജിസ്ലേച്ചറിൽ നിന്ന് ജുഡീഷ്യറി എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പൊ ആർക്കെങ്കിലും പറയാമോ ഏത് DPSPയിലാണ് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളിലാണ് എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത്? ഏത് ആർട്ടിക്കിളാണെന്ന് ഓർമ്മയുണ്ടോ? ഒരു DPSP ആണ്? ഇല്ല, എന്താണ്ടോ ആരും മിണ്ടാത്ത? പാവം ഗോകുൽ മാത്രമാണ് സംസാരിക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50യിലാണ് ദ എക്സിക്യൂട്ടീവ് ഷുഡ് ബി ആക്ച്വലി ലൈക്ക് ഓക്കെ കെപ്റ്റ് അവേ ഫ്രം ദ ജുഡീഷ്യറി എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. 99ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു. 99ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ആ 99ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് NJAC അഥവാ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മിറ്റി കൊണ്ടുവരാനായി നോക്കിയിരുന്നു. ആ കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കൊളീജിയം സിസ്റ്റത്തെ പറ്റി? ആരെങ്കിലും? എന്തിനെ പറ്റി? എന്താണ് കൊളീജിയം എന്ന് പറഞ്ഞാലും മതി. സുപ്രീം കോടതിയിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് അവര് തന്നെ ഡിസിഷൻ എടുക്കുന്നത്, ടോപ്പ് മോസ്റ്റ് ജഡ്ജസ്. വെരി ഗുഡ്, എക്സാക്ട്ലി. സി കൊളീജിയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതൊരു കണിമംഗലം ട്രസ്റ്റ് ആണ്.
അതായത് ഞാനും അപ്പനും സുഭദ്രയും. അതുപോലെ നമ്മുടെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസും അങ്ങയുടെ കമ്പനി ആയിട്ടുള്ള ചിങ്കുടി ആയിട്ടുള്ള ഒരു 4-5 സീനിയർ മോസ്റ്റ് ജഡ്ജസ്. ഇവരെല്ലാരും കൂടെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒന്നിച്ച് കയറിയിട്ട് ഒരു എവിടെയെങ്കിലും ഇരിക്കണം. ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? അവര് തീരുമാനിക്കുന്നു അടുത്ത ജഡ്ജി ആരായിരിക്കണം അടുത്ത CJI, അങ്ങനെ തീരുമാനിക്കുന്നു. നമുക്കത് അറിയാനുള്ള അവകാശമില്ലടോ, നമുക്കത് അറിയേയില്ല. അങ്ങനെ ടോട്ടലി ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. സോ അതിനകത്തേക്ക് 99ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി നമ്മൾ ലോ മിനിസ്റ്ററെയും ഒരു 2 എമിനന്റ് ജൂറിസ്റ്റിനെ അതിനകത്തേക്ക് തിരികെ കയറ്റാനായിട്ട് ശ്രമിച്ചു. പക്ഷെ കോടതി പറഞ്ഞു നത്തിങ് ഡൂയിങ്, ഇറ്റ് ഈസ് ആക്ച്വലി അഗൻസ്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഈസ് എ ബേസിക് സ്ട്രക്ചർ. അപ്പൊ ചോദിക്കും, ബേസിക് സ്ട്രക്ചർ കൊണ്ടുവന്ന കേസ് ഏതാണെന്ന് ചോദിക്കും. കേസ് കേശവാനന്ദ ഭാരതി. കേശവാനന്ദ ഭാരതി കേസാണ് ബേസിക് സ്ട്രക്ചർ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ ഐഡിയൽ ഗവേണൻസിൽ ആദ്യത്തെ സാധനം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറിയാണ്. ദ സെക്കൻഡ് വൺ, accountability. See, what kind of accountability? People's accountability. The government or the governance should be accountable to the people. Governance എങ്ങനെയായിരിക്കണം? It should be accountable to the people. ജനങ്ങൾക്ക് എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം. ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. The next one, public participation. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസ്യൂമർ മാത്രമായിട്ടല്ലാതെ ഒരു പബ്ലിക് പോളിസിയുടെ ഫോർമുലേഷനിൽ, ഇംപ്ലിമെന്റേഷനിൽ, അതുപോലെ തന്നെ അതിന്റെ സ്ക്രൂട്ടിനിയിൽ, ഇതിലെല്ലാത്തിനും പബ്ലിക്കിന് എന്ത് ചെയ്യേണ്ടി വരും? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ ആയിരിക്കണം ഒരു ഐഡിയൽ ഗവേണൻസ്. നിങ്ങൾ mygovernment.in എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് നിങ്ങൾ നോക്കിയാൽ ഈ പറയുന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗവേണൻസ് മെത്തേഡ് ആണെന്ന് പറയാം. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കേട്ടോ, നമ്മളുടെ പഞ്ചായത്തി രാജിലും ഇതുപോലെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടാനായിട്ടുള്ള ഒരു ഗവേണൻസ് സബ്ജക്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടാനായിട്ട് നമ്മളുടെ 73rd അമെന്റ്മെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിനകത്ത് കൊണ്ടുവന്ന ഒരു പരിപാടി, ഗ്രാമസഭ. എക്സാക്ട്ലി, ഗ്രാമസഭ. സോ അപ്പൊ ഗ്രാമസഭ എന്താണെന്ന് പറയാം നമുക്ക്? പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാനും, ഒരു കൺസ്യൂമർ മാത്രമല്ല, പോളിസി ഇംപ്ലിമെന്റേഷനില്, പോളിസി ഫോർമുലേഷനില്, പോളിസി സ്ക്രൂട്ടിനിയില് ഗ്രാമസഭയ്ക്കൊക്കെ പോയിട്ടുണ്ടോ? ഒറ്റ കോമഡിയാണ്. അവക്ക് കറുത്താടിനെ കൊടുത്തു, എനിക്ക് വെളുത്താടിനെ തന്നു. എനിക്ക് വെളുത്താട് വേണ്ട, എനിക്ക് 2 കറുത്താട് മതി. അവിടെ എന്ത് പറ്റി? ഈ പറയുന്ന രീതിയിൽ ആടിനെ കൊടുത്തതിന്റെ എണ്ണം, അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ക്വാളിറ്റി, അതെല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടോ? അവിടെ ഒരു പോളിസി സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട്. ജനങ്ങളാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ അത്തരത്തിലൊരു ഐഡിയൽ ഗവേണൻസിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. Then we have to ensure citizen right. ഒരു സിറ്റിസന്റേതായിട്ടുള്ള റൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. സിറ്റിസൺസിന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉൾപ്പെടും, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുകൾ ഉൾപ്പെടും, ലീഗൽ റൈറ്റുകൾ ഉൾപ്പെടും, ഒരു പരിധി വരെ സിവിൽ റൈറ്റുകൾ, ഒരു പരിധി വരെ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ മാരിയേജ്, ഡിവോഴ്സ്, പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് അത്തരത്തിലുള്ള സിറ്റിസൺസിന് കിട്ടാവുന്ന റൈറ്റുകൾ എല്ലാം എൻഷുർ ചെയ്യണം. ജനങ്ങളെ എംപവർ ചെയ്യണം. സോ വാട്ട് ഈസ് എംപവർമെന്റ്? എംപവർമെന്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് ദ ടൂൾ ടു പവർ. സോ അതായത് അവരെ പവർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു പവർ ജനങ്ങളുടെ ഇടയിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു പവർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് അത്തരത്തിൽ കൊടുക്കുന്നതിനാണ് എംപവർമെന്റ് എന്ന് പറയുന്നത്. ഗ്രാമസഭയിൽ അങ്ങനെ വുമൺ എംപവർമെന്റിനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഗ്രാമസഭയില്, പഞ്ചായത്ത് രാജില് വുമൺ എംപവർമെന്റിനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ആർട്ടിക്കിൾ ഒന്ന് പഠിച്ചു വെച്ചു. 243D3 243D3 എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല. മാൻഡേറ്ററി വുമൺ റിസർവേഷൻ ടു പഞ്ചായത്ത്. അത് നഗരപാലികയാണെങ്കിൽ ഡി മാറ്റി ടി ഇട്ട് കൊടുത്താൽ മതി. 243D3 ആൻഡ് 243T3. സോ 243D3 എന്താണ്? മാൻഡേറ്ററി വുമൺ റിസർവേഷൻ ടു പഞ്ചായത്ത്. സോ അങ്ങനെ പഞ്ചായത്തിലേക്ക് 1/3 റിസർവേഷൻ എന്ത് ചെയ്തു? വുമൺസിന് കൊണ്ടുവന്നു. അങ്ങനെ വുമൺസിന് കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റി? വുമൺ എംപവേർഡ് ആയി. അങ്ങനെ വുമൺ എന്ത് പറ്റി? നമുക്ക് ഇന്ന് തിരുവനന്തപുരത്ത്
ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ വന്നു. സോ ദാറ്റ്സ് എൻ എംപവറിംഗ്. സോ അത്തരത്തിലുള്ളതായിരിക്കണം നമ്മളുടെ ഗവേണൻസ് പോളിസി. ആൻഡ് ദ ഗവൺമെന്റ് ഷുഡ് ബി റെസ്പോൺസീവ്. സോ ദ ഗവൺമെന്റ് ഷുഡ് നോട്ട് ബി റിയാക്റ്റീവ്. ഗവൺമെന്റ് ഒരിക്കലും റിയാക്റ്റീവ് ആകരുത്, റെസ്പോൺസീവ് ആകണം. അതായത് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എനക്കറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പൊ അടിക്കാൻ നിൽക്കുന്ന പോലെ വർത്താനം പറയല്ല വേണ്ടുന്നേ. നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ ചിന്തിച്ച് നമുക്ക് തിരിച്ചെന്ത് ചെയ്യണം, നമുക്ക് കാര്യങ്ങൾ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കാൻ പറ്റണം. അതല്ല നമ്മൾ ചെയ്ത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മൾ ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. സോ അതിനെയാണ് നമ്മൾ റെസ്പോൺസീവ്നെസ് എന്നുള്ള രീതിയിലേക്ക് പറയും. ആൻഡ് ദെൻ ഐഡിയൽ ഗവേണൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എ ഫ്രീ പ്രസ്. ദാറ്റ് ഈസ് എ സ്ട്രോങ് സിവിൽ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് പ്രസ്. സോ ഈ പ്രസിന് നമ്മൾ വേറൊരു പേര് പറയും. ഇറ്റ് ഈസ് എ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി. എന്തുകൊണ്ട് ഇതിനെ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെമോക്രസിയിലെ ചെക്സ് ആൻഡ് ബാലൻസ് ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ചെക്സ് ആൻഡ് ബാലൻസ് നമ്മളുടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ അത്തരത്തിൽ ആരെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ മറികടന്നാൽ, അവരുടെ പവറുകൾ മറികടന്നാൽ, അവരൊരു ടിറണിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണത്തിലേക്ക് പോയാൽ അവരെ കൂച്ചുവിലങ്ങിടേണ്ടത് അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യേണ്ടത്, അവരെ സ്ക്രൂട്ടിനി ചെയ്യേണ്ട പ്രസ്സാണ്. സോ അതുകൊണ്ട് ഒരു ഗവേണൻസിൽ പ്രസ് ഫ്രീഡം ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്. സോ ഇന്ത്യയിൽ നമ്മൾ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നത് പോലും ഗുഡ് ഗവേണൻസ് അല്ല. ഇന്റർനെറ്റ് കട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സിവിൽ സൊസൈറ്റിക്ക് അവർക്ക് പ്രതികരിക്കാനുള്ള അവസരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുത്തു കളയുന്നത്. ആൻഡ് വെരി ഇമ്പോർട്ടന്റ്ലി സിവിൽ സർവൻസ് വിച്ച് ആർ ഇംബ്യൂഡ് വിത്ത് പ്രൊഫഷണൽ ഈത്തോസ് ആൻഡ് വാല്യൂസ്. സോ പ്രൊഫഷണൽ ആയിട്ടുള്ള എത്തിക്സ് ഇല്ല, സോ അത്തരത്തിലുള്ള ഹ്യൂമൻ ആയിട്ടുള്ള തരത്തിലുള്ള ഐഡിയോളജി ഇല്ല, കുറച്ച് സിമ്പതി ഇല്ല, കുറച്ച് എംപതി ഇല്ല, അത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള സിവിൽ സർവൻസും വേണം. സോ ഈ ഒരു രീതിയിൽ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, അക്കൗണ്ടബിലിറ്റി, പബ്ലിക് പാർട്ടിസിപ്പേഷൻ, എൻഷ്യൂർ സിറ്റിസൺ റൈറ്റ്, എംപവറിംഗ് പീപ്പിൾ, റെസ്പോൺസീവ്നെസ്, സ്ട്രോങ് സിവിൽ സൊസൈറ്റി ആൻഡ് എ സിവിൽ സർവൻസ് ഇംപ്യൂർഡ് വിത്ത് പ്രൊഫഷണൽ ഈത്തോസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഐഡിയൽ ഗവേണൻസിൽ പറയുന്നത്. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റ് ഒരു നല്ല ഗവേണൻസ്, ഒരു ഗുഡ് ഗവേണൻസ് കൊണ്ടുവരുമ്പോൾ അവർ കൊണ്ടുവരാനായി ശ്രമിക്കേണ്ടത്. അവർ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, അതിനാണ് നമുക്കൊരു ഗുഡ് ഗവേണൻസ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയും. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഗവേണൻസിലേക്ക് പോകാം. വേൾഡ് ബാങ്ക് ഗവേണൻസിന്റെ മെഷേഴ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും ഈ പറയുന്ന രീതിയിൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ കറപ്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് കൊണ്ടുവന്നു. SDSN ആ അതോറിറ്റി എന്ത് ചെയ്തു, ഹാപ്പിനെസ് ഇൻഡെക്സ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഇൻഡെക്സുകൾ കൊണ്ടുവന്നു. അപ്പൊ അതുപോലെ വേൾഡ് ബാങ്ക് കൊണ്ടുവരുന്ന ഒരു ഇൻഡെക്സ് ആണ് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ്. സോ ആ ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേൾഡ് ബാങ്ക് നോക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, കറപ്ഷൻ കൺട്രോൾഡ് ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ നോക്കും. എന്തുമാത്രം കറപ്ഷൻ കൺട്രോൾഡ് ആണോ അത്രത്തോളം ഗുഡ് ഗവേണൻസ് നല്ലവണ്ണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. നമ്മളുടെ ജനങ്ങൾക്ക് അവരുടെ ശബ്ദം ഉയർത്താനുള്ള അവകാശം, അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച്. എന്താണ് ഫ്രീഡം ഓഫ് സ്പീച്ച്? ആർട്ടിക്കിൾ 19(1) ടു ബി പ്രിസൈസ്. സോ ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വോയിസ് ഉയർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അക്കൗണ്ടബിലിറ്റി ഉണ്ടോ, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ ലീഗലി റെസ്പോൺസിബിൾ ആണോ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത കാര്യം. അടുത്തത്, ആ രാജ്യത്തിലെ ഇൻസ്റ്റെബിലിറ്റി എന്തുമാത്രം കുറവുണ്ട്, വയലൻസ് എന്തുമാത്രം കുറവുണ്ട് എന്നാണ് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ബംഗ്ലാദേശ് നോക്കുക. ബംഗ്ലാദേശിൽ എന്തായിരുന്നു പ്രശ്നം? ആർക്കെങ്കിലും ചുരുക്കി പറയാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ബംഗ്ലാദേശ് എന്താണ് തല്ലുകൂടിയത്? ക്ലാസ് റിസർവേഷൻ ആയിരുന്നു. ഫ്രീഡം ഫൈറ്റേഴ്സ്. അത് നമുക്ക് ചിലപ്പോൾ കറണ്ട് അഫയറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതായത് 30% റിസർവേഷൻ, ബംഗ്ലാദേശിലെ 30% റിസർവേഷൻ
അവരുടെ ഫ്രീഡം സ്ട്രഗിളിനകത്തുള്ള വാർ വെറ്ററൻസിന്റെ ഫാമിലീസിനും റിലേറ്റീവ്സിനുമായിട്ട് കൊടുത്തു. അതിപ്പോ കൊടുത്തതല്ല, 2018 കൊടുത്താണ്. പിന്നീട് അത് അവര് തന്നെ എടുത്തു കളഞ്ഞു. പിന്നെ കോടതി 2024 അത് വീണ്ടും കൊണ്ടുവന്നു. സോ അങ്ങനെ ആ ഒരു റിസർവേഷൻ ആയിരുന്നു അവിടുത്തെ പ്രശ്നം എന്ന് പറയാം. അവിടെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ പേര് അവാമി ലീഗ്. അതിന്റെ മുതലാളി അല്ലെങ്കിൽ ആ പാർട്ടിയുടെ മേധാവിയുടെ പേര് ഷെയ്ഖ് ഹസീന. അവരാണ് രാത്രിക്ക് രാത്രി ഓടിയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നത്, ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത്. അവരുടെ അച്ഛനുണ്ട്. അവരുടെ അച്ഛനാണ് ഈ പറയുന്ന രീതിയിൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രശില്പി അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അദ്ദേഹം ഫ്രീഡം സ്ട്രഗിൾ, അവരുടെ ബംഗ്ലാദേശിന്റെ ഫ്രീഡം സ്ട്രഗിൾ, ആരിൽ നിന്നുള്ള ഫ്രീഡം? പാകിസ്ഥാനിൽ നിന്നുള്ള ഫ്രീഡം. ആ പാകിസ്ഥാനിൽ നിന്നുള്ള ഫ്രീഡം മേടിക്കാനായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന മൂവ്മെന്റ് ആണ് മുക്തി ബാഹിനി മൂവ്മെന്റ്. ഇന്ത്യയുടെ ഒരു 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 എന്താ പറയാ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട്. സോ അങ്ങനെ 1971 കൊണ്ടുവന്ന കാര്യമാണ്. സോ അതെല്ലാം ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ കിടക്കുന്നുണ്ട്. സോ അതെല്ലാം നോക്കി വിട്ടോണേ. സോ അങ്ങനെ ഇപ്പൊ ബംഗ്ലാദേശ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻസ്റ്റബിലിറ്റി ആണോ. അവിടെ പട്ടാളാണോ ഭരിക്കണേ, അത് ഓപ്പോസിഷൻ ആണോ ഭരിക്കണേ, ഒന്നും അറിയില്ല. അവിടെ ഉണ്ടായിരുന്ന 3 വർഷം അല്ലെങ്കിൽ 3 വർഷമല്ല 3 ടേം ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവിടുന്ന് ഓടിപ്പോവേണ്ടി വന്നു. ഗവേണൻസ് ഉണ്ടോ? ഒന്നുമില്ല. അവിടെ വയലൻസ് ഉണ്ടായി. ഏകദേശം 300-ൽ പരം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വയലൻസ് കൂടി. ഗവേണൻസ് ഉണ്ടോ? ഇല്ല. സോ ഇതായിരിക്കും വേൾഡ് ബാങ്ക് അടുത്ത് നോക്കുന്നത്. The next one, effectiveness of governance, competence, bureaucracy and public delivery service. ഗവൺമെന്റ് എന്തുമാത്രം എഫിഷ്യന്റ് ആണ്, ഇഫക്റ്റീവ് ആണ്, ഗവൺമെന്റിന് അത്തരത്തിലുള്ള ഒരു കോമ്പീറ്റൻസ് ഉണ്ട്. അതുപോലെ അവിടുത്തെ പബ്ലിക് ഡെലിവറി ഇൻക്ലൂഡിങ് ആക്ച്വലി ലൈക്ക് ഒരു പബ്ലിക് ഡെലിവറി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് PDS, നമ്മളുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അഥവാ നമ്മളുടെ എന്തുമാത്രം എടുക്കരുത്, നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള റേഷൻ ഷോപ്പ് മാത്രം എടുക്കരുത്, അത് ഉൾപ്പെടെയില്ല എല്ലാ തരത്തിലുള്ള പബ്ലിക് ഡെലിവറി എന്തുമാത്രം ബെറ്റർ ആണ്. അതുപോലെ മാർക്കറ്റിനെ അൺഫ്രണ്ട്ലി ആക്കുന്ന രീതിയിലുള്ള പോളിസീസ് ഉണ്ടോ? ഇപ്പൊ നമുക്ക് ഇന്ത്യ നോക്കിയാല് ഇന്ത്യയിൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അല്ലെങ്കിൽ പുറത്തുള്ള ഇങ്ങോട്ടേക്കുള്ള കമ്പനികൾ വരാൻ അവർക്ക് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലഘൂകരിച്ചുകൊണ്ടുള്ള പോളിസീസ് ഇന്ത്യയിലുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പോളിസി ഉണ്ട്. ഇതെല്ലാം റെഗുലേറ്ററി ബർഡൻ കുറയ്ക്കുന്ന പോളിസിയാണ്. സോ അത്തരത്തിലുള്ള പോളിസീസ് നമ്മളുടെ എന്ത് ചെയ്യും? മാർക്കറ്റ് ഫ്രണ്ട്ലി ആക്കും. സോ ആ ഒരു രീതിയിലെ പോളിസീസ് ആണോ, അതോ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിന് ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നേരെ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പോളിസി ആണോ എന്ന് നോക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ. ഇവിടുത്തെ ജുഡീഷ്യറി, ഇവിടുത്തെ പോലീസ് എന്തുമാത്രം എഫിഷ്യന്റ് ആണ്, ഇഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് അടുത്ത കാര്യം. സോ ആ ഒരു കാര്യവും കൂടി നോക്കും. അങ്ങനെ നോക്കുമ്പോൾ വേൾഡ് ബാങ്ക് നോക്കുന്നത് കറപ്ഷൻ എന്തുമാത്രം കുറവുണ്ട്, ജനങ്ങൾക്ക് വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് അത്യാവശ്യം കറക്റ്റ് ആയിട്ട് ഉണ്ടോ, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ആക്ച്വലി റൂൾ ഓഫ് ലോ, നമ്മളുടെ പോലീസ് ജുഡീഷ്യറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ദെൻ നമ്മളുടെ ഗവൺമെന്റിന്റെ ഇഫക്റ്റീവ്നെസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ കോമ്പീറ്റൻസ് ഉണ്ടോ, ഇൻസ്റ്റബിലിറ്റി എന്തുമാത്രം കുറവുണ്ട്, മാർക്കറ്റ് ബേസ്ഡ് പോളിസീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗവേണൻസിന്റെ മെഷേഴ്സ് എന്നുള്ള രീതിയിൽ പറയും. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ട് ഡിസ്കസ്. ഈ ഒരു കാര്യം നമുക്ക് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗവേണൻസ് അഥവാ ഗുഡ് ഗവേണൻസ്. നമ്മൾ എന്തുകൊണ്ട് ഗുഡ് ഗവേണൻസ് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ഗവേണൻസ് ഒരു ഗുഡ് ഗവേണൻസ് ടൂളാണ്. സോ ഒരു ഗുഡ് ഗവേണൻസിൽ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 പില്ലേഴ്സ്, ദീസ് ആർ ആക്ച്വലി ദ 8 പില്ലേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസിന്റെ 8 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. സോ നമുക്ക് ഇവിടെ തുടങ്ങാം. ദ ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പേരൻസി. ജനങ്ങൾക്ക് ഒരു നല്ല ഗവേണൻസ് നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അവരൊന്നും ഒളിക്കാൻ പാടില്ല. അവരെന്ത് ചെയ്യുക? അവരത്തരത്തിൽ ഒളിച്ചു ചെയ്യേണ്ടത് വളരെ വളരെ മിനിമം കാര്യങ്ങളായിരിക്കണം. ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റിന്റെ പോളിസീസ് എങ്ങനെയാണ്, ഗവൺമെന്റിന്റെ പോളിസീസ് ഏതു തരത്തിലാണ് നടക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പുറത്ത് പറയണം. സോ അതിനായിട്ടാണ് നമുക്ക് PRS അല്ലെങ്കിൽ PIB, സോ അത്തരത്തിലുള്ളവര് ഈ പറയുന്ന പോളിസീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? നേരത്തെ തന്നെ സൈറ്റിലിടുന്നത്, അല്ലെങ്കിൽ ഗസറ്റിൽ കൊടുക്കുന്നത്, അതുമല്ലെങ്കിൽ RTI വെച്ച് ചോദിച്ചാല് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? അവർക്ക് കൊടുത്തുവിടുന്നു.
സോ അതെല്ലാം ട്രാൻസ്പെയറൻസി കൂട്ടുന്നതാണ്. ദ സെക്കൻഡ് തിങ് ഇസ് കൺസെൻസസ് ഓറിയന്റഡ്. കൺസെൻസസ് ഓറിയന്റഡ് അതായത് എന്ത് കാര്യവും ഒരു ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ അത് അതിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇപ്പൊ നമുക്ക് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ്, സിറ്റിസണ്, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, ഇതെല്ലാം നമുക്ക് അതിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്ന് പറയാം. സോ ഇവരിൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരു സമവായം ഉണ്ടാക്കി. അതായത് നമ്മളുടെ മുഖ്യമന്ത്രി ചിലപ്പോഴൊക്കെ സർവകക്ഷി യോഗം കൂടില്ലേ? ഈ സർവകക്ഷി യോഗം കൂടുക എന്ന് പറയുന്നത് ഒരു കൺസെൻസസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ അത്തരത്തിലുള്ള കൺസെൻസസ് ഓറിയന്റഡ് ആയിരിക്കണം. ദ നെക്സ്റ്റ് തിങ് ഇസ് ആക്ച്വലി അക്കൗണ്ടബിലിറ്റി. എന്തായിരിക്കണം? അവർ ചെയ്യുന്ന ഓരോ കാര്യവും, ഓരോ തരത്തിലുള്ള കാര്യവും അക്കൗണ്ടബിൾ ആയി. ദെൻ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. ഈ പറയുന്ന രീതിയിൽ ആ ഒരു ഗവേണൻസിന് അതിൻ്റെതായ എഫിഷ്യൻസി ഉണ്ടാകണം. അവർ ചെയ്യുന്ന ഓരോ പോളിസിയും ഇഫക്റ്റീവ് ആയിരിക്കണം. അല്ലാതെ നെയിം സേക്കിന് വേണ്ടിയിട്ട്, പേപ്പർ സേക്കിന് വേണ്ടിയിട്ടുള്ള പോളിസി ആകരുത്, ഇഫക്റ്റീവ് ആയിട്ടുള്ള പോളിസി ആയിരിക്കണം. ദെൻ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ്. സി വാട്ട് ഈസ് ഇക്വിറ്റി? അതൊരു നമുക്ക് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സി ഇക്വിറ്റി, ഇക്വാലിറ്റി, ജസ്റ്റിസ്. ഇക്വിറ്റി, ഇക്വാലിറ്റി, ജസ്റ്റിസ് മൂന്നും ഒരേ കാര്യമാണോടോ? അതോ മൂന്നും ഡിഫറെന്റ് ആണ്? എന്താണ് തോന്നുന്നത്? ഇക്വിറ്റി, ഇക്വാലിറ്റി, ജസ്റ്റിസ് മൂന്നും ഡിഫറെന്റ് ആണ്. മൂന്നും ഡിഫറെന്റ് ആയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള നല്ലൊരു എക്സാമ്പിൾ തന്നെയായിരിക്കും ഒരു ചിത്രം. അതായത് ആ ചിത്രത്തിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു 3 തരത്തിലുള്ള നീളമുള്ള 3 പേര് ഒരു മതിലിനപ്പുറത്ത് നിന്ന് ഫുട്ബോൾ കളി കാണുകയാണ്. ഒരു മതിലിനപ്പുറത്ത് നിന്ന് 3 ഡിഫറെന്റ് നീളമുള്ളവര് ഒരു ഫുട്ബോൾ കളി കാണുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും നീളമുള്ള ആൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാം? ഫുട്ബോൾ നല്ലോണം കാണാം, അതിന്റെ മുകളിൽ കൂടെ കാണാനായിട്ട് പറ്റും. ഇടത്തരം നീളമുള്ള ആൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏറ്റവും നീളം കുറഞ്ഞ ആൾക്ക് ഒന്നുമേ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആ സിറ്റുവേഷനിൽ അവിടെ ജസ്റ്റിസ് ഇല്ല, നീതി ഇല്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. ഇക്വാളിറ്റി അതായത് 3 പേർക്കും കയറി നിൽക്കാൻ പാകത്തിന് ഒരു ബോക്സ് കൊടുക്കും. ഒരേ നീളവും ഒരേ വീതിയും ഒരേ ഭാരവുമുള്ള ബോക്സ് കൊടുക്കും. അങ്ങനെ ബോക്സ് കൊടുക്കുമ്പോൾ ഏറ്റവും നീളമുള്ളവൻ ഇപ്പൊ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാം, കൈയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കാണാം. ഇടത്തരം നീളമുള്ളവനും ഇപ്പം അത്യാവശ്യം കളി കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒട്ടും നീളമില്ലാത്തവൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഒന്നുമേ കാണാൻ പറ്റുന്നില്ല. അതായത് ഇക്വാളിറ്റി കൊടുത്തപ്പോഴും അവിടെ നീതി കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ജസ്റ്റിസ് കിട്ടിയില്ല. സോ അങ്ങനെ വന്നപ്പോ നമ്മൾ ആ കോൺസെപ്റ്റ് ഒന്ന് മാറ്റി ഇക്വിറ്റി ആക്കി. ഇക്വിറ്റി. സോ വാട്ട് ഈസ് ഇക്വിറ്റി? നമ്മൾ ഈ പറയുന്ന രീതിയിൽ റേഷ്യോസിലോ നമ്പേഴ്സിലോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റിസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും നീളമുള്ളവൻ ഇപ്പൊ എന്തായാലും കാണാൻ പറ്റുമല്ലോ. സോ അവന്റെ വെട്ടിങ് കൂടെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഏറ്റവും നീളമില്ലാത്തവന് കൊടുത്തു. അപ്പൊ ഇപ്പൊ 3 പേർക്ക് ഒരുപോലെ തന്നെ എന്ത് ചെയ്യാം? ആ ഒരു സ്ഥലം കാണാം, അല്ലെങ്കിൽ ആ ഒരു കളി കാണാം. സോ അന്നേരം എന്ത് പറ്റി? നമുക്ക് അവിടെ നീതി കൊടുത്തു എന്നുള്ളൊരു തോന്നൽ വന്നു. ഇങ്ങനെ നമ്മൾ റേഷ്യോസിൽ, പ്രപ്പോർഷൻസിൽ നമ്മൾ കൊടുക്കുന്നത് തന്നെയാണോ റിസർവേഷൻ എന്ന് പറയുന്നത്? റിസർവേഷൻ. അപ്പൊ അതൊന്ന് ഓർത്തോ. ആർട്ടിക്കിൾ 16(4) 16(4) ആർട്ടിക്കിൾ 16(4) റിസർവേഷനെ പറ്റി പറയാം. സോ റിസർവേഷൻ ഇസ് ആക്ച്വലി നോട്ട് ഇക്വാലിറ്റി, ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ഇക്വാലിറ്റി ത്രൂ ഇക്വിറ്റി. ഇക്വിറ്റി വഴി, റേഷ്യോസ് വഴി. അതായത് 100 പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 9 പേര് ആക്ച്വലി എന്തായിരിക്കണം? ഈഴവയായിരിക്കണം. 9 പേരെന്തായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. 12 പേരെന്തായിരിക്കണം? SC/ST ആയിരിക്കണം. സോ ആ ഒരു രീതിയിൽ റേഷ്യോസിൽ, നമ്പേഴ്സിൽ നമ്മൾ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ദ തിങ് വി നീഡഡ് ഈസ് ആക്ച്വലി ഇക്വിറ്റി. അങ്ങനെ ഇക്വിറ്റി ഉണ്ടാവണം, ഓൾ ഇൻക്ലൂസീവ് ആകണം, എല്ലാവരെയും ഒത്തുചേർന്ന് കൊണ്ടുപോകുന്ന രീതിയിലുമായിരിക്കണം. ദ നെക്സ്റ്റ് തിങ് ഇസ് റെസ്പോൺസീവ്നെസ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ജനങ്ങളോട് കറക്റ്റ് ആയിട്ട് റെസ്പോൺസീവ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ ഇസ് പാർട്ടിസിപ്പേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും പോളിസിയുടെ എല്ലാ തരത്തിലുള്ള സിറ്റുവേഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് റൂൾ ഓഫ് ലോ. അതായത് ഇവിടെ ഒരു നിയമവാഴ്ച ഉണ്ടാകണം. ഇവിടെ ഒരു അരാജകത്വം ഉണ്ടാവാൻ പാടില്ല. ഇവിടെ കറപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അത്തരത്തിലൊരു ലോലെസ്നെസ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും ലോ അബൈഡിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും പോലീസും ബാക്കിയുള്ളവരും പറയുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ടേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റണം. സോ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്
നമ്മൾ ഗുഡ് ഗവേണൻസ് എന്ന് പറയും. അങ്ങനെ ഒരു ഗുഡ് ഗവേണൻസ് എന്ന ടെർമിനോളജി തന്നെ വേൾഡ് ബാങ്ക് അതിന്റെ ഡോക്യുമെന്റിൽ 1989 പറയുന്നതിൽ നിന്നാണ് ഗവേണൻസ്, ഗുഡ് ഗവേണൻസ് എന്നുള്ള ഒരു വാക്ക് തന്നെ വന്നിട്ടുള്ളത്. സി, ഗവേണൻസിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം വന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന വ്യത്യാസം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആദ്യത്തെ പൈച്ചാർട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആണ് എല്ലാം, സ്റ്റേറ്റ് ആണ് എല്ലാം. അവിടെ മാർക്കറ്റിനോ സിവിൽ സൊസൈറ്റിക്കോ കാര്യമായിട്ടുള്ള എന്തുണ്ടായിരുന്നില്ല, ഒരു പവർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് അത്തരത്തിലുള്ള എന്തുണ്ടായിരുന്നില്ല, ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിരുന്നില്ല. എന്നാൽ ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പൈച്ചാർട്ടം നോക്കൂ, അവിടെ സിവിൽ സൊസൈറ്റിയും സ്റ്റേറ്റും പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ മാർക്കറ്റും ഒരുപോലെയുള്ള സ്റ്റേക്ക് ഹോൾഡറാണ്. അതായത് ട്രഡീഷണൽ ഗവൺമെന്റിൽ നിന്ന് ഗവേണൻസിലേക്ക് വന്നപ്പോൾ ഒരു കൊലാബറേറ്റീവ് ഗവേണൻസ് അഥവാ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ഗവേണൻസ് അഥവാ ഗവൺമെന്റും പ്രൈവറ്റും സിവിൽ സൊസൈറ്റിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗവേണൻസിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ദിസ് വൺ മിനിമം ഗവൺമെന്റ് ആൻഡ് മാക്സിമം ഗവേണൻസ്, മിനിമം ഗവൺമെന്റ് ആൻഡ് മാക്സിമം ഗവേണൻസ്. ഗവൺമെന്റ് മിനിമം ആണ്, ഗവേണൻസ് ആണ് മാക്സിമം. ഓക്കെ, സോ ആ ഒരു രീതിയിൽ മിനിമം ഗവൺമെന്റ് ആൻഡ് മാക്സിമം ഗവേണൻസ് ഇസ് എ ന്യൂ മന്ത്ര ഓഫ് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ മന്ത്രം എന്ന് പറയുന്നത് തന്നെ ഗവൺമെന്റ് കുറവും ഗവേണൻസ് കൂടുതലുമാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. സോ അങ്ങനെ മിനിമം ഗവൺമെന്റും മാക്സിമം ഗവേണൻസും കൊണ്ടുവരാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാഴ്ചപ്പാടുകളിൽ ഒന്നാണ് ഈ ഗവേണൻസ് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടുള്ള കാര്യം. സോ വാട്ട് ഈസ് ഈ ഗവേണൻസ്? നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ്? ഈ ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ ഈ ഗവേണൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ മീൻസ് ഇലക്ട്രോണിക് എന്നുള്ള രീതിയിൽ എടുക്കാം. അതിനെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയാൽ ഗവേണൻസ് ത്രൂ ഡിജിറ്റൽ ടെക്നോളജി. ഗവേണൻസ് ത്രൂ ഡിജിറ്റൽ ടെക്നോളജി. ഒരു ഡിജിറ്റൽ ടെക്നോളജി വഴി അല്ലെങ്കിൽ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴി നമ്മൾ ഗവേണൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്നോളജി വഴി ഗവേണൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ഗവേണൻസ്. ബെറ്റർ ഗവേണൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മളുടെ വീട്ടിലിരുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഗവേണൻസിന്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കിപ്പോ കേരള PSC നമ്മൾ ഓരോ പോസ്റ്റും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ നമ്മളുടെ ഫോൺ എടുത്ത് ലാപ്ടോപ്പ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് എഴുതി അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇട്ട് അങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ അതിനേക്കാളും ബെറ്റർ ആണ്. ആൻഡ് ഫാസ്റ്റർ ഗവേണൻസ്. നമുക്കൊരു RTA ഒക്കെ കൊടുക്കാൻ ഇപ്പൊ 10 മിനിറ്റിൽ താഴെ ടൈമേ നമ്മൾ എടുക്കുള്ളൂ. സിമ്പിൾ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങളും നമുക്ക് ഡ്രോപ്പ് ആൻഡ് ഡൗൺ മെനു ആണ്. നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, നമ്മളിങ്ങനെ എടുക്കുക, നമ്മളുടെ പേരടിക്കുക, അതിന് താഴെ മെയിലാണോ ഫീമെയിൽ ആണോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്തു പോവുക. ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. നമുക്ക് ശരിക്കും ഇപ്പോഴത്തെ ഈ ഗവേണൻസ് അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്താ വെച്ചാൽ ഒരു സിമ്പിൾ സാധനം IRCTC വഴി ടിക്കറ്റ് എടുക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം. നമ്മളില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ക്യൂ നിന്ന് എന്നിട്ട് നമ്മൾ എഴുതി കൊടുത്ത് വേണമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? IRCTC ആപ്പ് എടുക്കുന്നു, ഡിങ് പൈസ അടയ്ക്കുന്നു, തീർന്നു. ഇറ്റ് ഇസ് ആക്ച്വലി വെരി കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് അക്കൗണ്ടബിൾ. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ്? അക്കൗണ്ടബിൾ ആണ്. ആൻഡ് ട്രാൻസ്പെയറന്റ്. ഇതിനകത്ത് കറപ്ഷൻ വളരെ കുറവാണ്. ആൻഡ് സിറ്റിസൺ സെൻട്രിക് പബ്ലിക് ഗവേണൻസ്. അപ്പൊ സിംപ്ലി ഈ ഗവേണൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഗവേണൻസ് ത്രൂ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓർ ഡിജിറ്റൽ ടെക്നോളജി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. ഈ ഗവേണൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇനി പറയേണ്ട ഡെഫിനിഷൻ ഇതാണ്: സ്മാർട്ട്. അതൊന്ന് എഴുതി വെച്ചു. കാരണം ഗവൺമെന്റ് ഈ ഗവേണൻസിനെ പറ്റി പറഞ്ഞത് സ്മാർട്ട് ടെക്നോളജി എന്നാണ്. എന്ത് ടെക്നോളജി? സ്മാർട്ട് ഇസ് സിമ്പിൾ, moral, accountable, responsive and transparent governance. Simple, moral, accountable. വളരെ സിമ്പിൾ ആയിരിക്കും. മോറൽ ആയിട്ടുള്ള രീതിയിലുള്ള എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അക്കൗണ്ടബിൾ ആയിരിക്കും, റെസ്പോൺസീവ് ആയിരിക്കും ആൻഡ് ട്രാൻസ്പെയറന്റ് ആയിരിക്കും. സോ വാട്ട് ഈസ് ഈ ഗവേണൻസ്? ഇറ്റ് ഇസ് സ്മാർട്ട് ഗവേണൻസ്. വാട്ട് ഈസ് സ്മാർട്ട്? സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ,
റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെയറന്റ് കൈൻഡ് ഓഫ് ഗവേണൻസ്. സോ അതാണ് നമ്മൾ ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ വെച്ചാൽ ആദ്യം ഈ ഗവേണൻസ് എന്ന് പറയുന്ന ചില പോർട്ടലുകൾ വഴി അല്ലെങ്കിൽ ചില ആപ്പുകൾ വഴി ചില സൈറ്റുകൾ വഴി മാത്രം കൊടുക്കാൻ നോക്കിയിരുന്ന ഈ ഗവേണൻസ് ഇപ്പൊ ഈ ഗവൺമെന്റിനെ സബ്സ്യൂം ചെയ്തത്. ഇവിടെ നോക്കിയാൽ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ഗവേണൻസിനകത്താണ്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ഗവേണൻസിനകത്താണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഫീസുകൾ ഓക്കെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്പൊ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പാർക്ക് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? സ്പാർക്ക്, SPARK. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പേരോളിനെ പറ്റിയിട്ട് എക്സാക്ട്ലി അത് തന്നെ. അവരുടെ സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേറോള് ക്രെഡിറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഈ സ്പാർക്ക് പോർട്ടൽ എന്ന് പറയുന്നത്. അതുപോലെ പെൻഷൻ പോർട്ടൽ എന്തെങ്കിലും ഉണ്ടോ? പെൻഷന് ട്രഷറി സേവിങ്സ് ബാങ്ക്. യെസ്, ട്രഷറി സേവിങ്സ് ബാങ്ക്സ് ഉണ്ട്. അല്ലെങ്കിൽ പെൻ നമ്പർ വെച്ചിട്ടുള്ള അത്തരത്തിലുള്ള പോർട്ടലുകളൊക്കെ ഉണ്ട്. സോ ഈ പറയുന്ന രീതിയിലുള്ളത് എന്താണ്? അത് ഈ ഗവൺമെന്റ് ആയിരുന്നടോ. ഈ ഗവൺമെന്റിനെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഈ ഗവേണൻസ് സബ്സ്യൂം ചെയ്യുന്നു. അങ്ങനെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടൂൾ വഴി ഇപ്പൊ ഈ ഓഫീസ് തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ജം പോർട്ടൽ പോലെയുള്ള പോർട്ടലുകൾ, നമ്മൾ ഈ പോർട്ടലുകളൊക്കെ നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. സോ അത്തരത്തിലുള്ള പോർട്ടലുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഗവൺമെന്റിനെ തന്നെ ഈ ഗവേണൻസ് സബ്സ്യൂം ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള വ്യത്യാസം നോക്കിയാൽ നിങ്ങൾക്ക് UPI എന്ന് പറയുന്ന ഒരു കാര്യം അറിയാം. നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതാണ്. UPI is യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ്, നമ്മൾ UPI എന്ന് പറയും. സോ UPI എന്ന് പറയുന്നതിന് നമ്മൾ ഒന്നും കൂടി മാറ്റിയാൽ ഇപ്പൊ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. സോ അത്തരത്തിലുള്ള ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റവും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറും ഏകദേശം 1.41 lakh crore rupees കൂടുതൽ സേവിങ്സ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ പറയണം, MGNREGA എന്നൊരു പദ്ധതി ഉണ്ട്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി മിഷൻ. MGNREGA തൊഴിലിരിപ്പ് പദ്ധതി, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലിരിപ്പ് പദ്ധതി എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷെ നമ്മൾ എത്ര കളിയാക്കിയാലും ഒരു MGNREGA വന്നപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നറിയോ? MGNREGA വന്നപ്പോ എല്ലാവരും അക്കൗണ്ട് എടുത്ത് തുടങ്ങി. അക്കൗണ്ട് എടുത്തപ്പോ എന്ത് വന്നു? ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ വന്നു. ഈ അക്കൗണ്ട് എടുത്തപ്പോ ഡയറക്റ്റ് ആയിട്ട് പൈസ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്താൻ തുടങ്ങി. അപ്പോഴെന്ത് പറ്റി? മിഡിൽമെനിനെ ഒഴിവാക്കി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതാണ് DBT എന്ന് പറയുന്നത്. അങ്ങനെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴെന്ത് പറ്റി? ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 12 രൂപ ഡെബിറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി സുരക്ഷ യോജന, ബീമാ യോജന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോജനാസ് തുടങ്ങി. വാട്ട് ആർ ദ സുരക്ഷാ യോജനാസ് ഓർ ബീമാ യോജന? ബീമാ യോജന എന്ന് വെച്ചാൽ ഇൻഷുറൻസ് പോളിസീസ് ആണ്. സോ ഒരു രീതിയിൽ അപകട ഇൻഷുറൻസ് പോളിസി, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് കൊണ്ടുവന്നു. ഇൻഷുറൻസ് പെനിട്രേഷൻ ഉണ്ടായി, ഒരു സേവിങ്സ് കൾച്ചർ ഉണ്ടായി. സോ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഗവേണൻസിനകത്തേക്ക് വന്നു എന്നുള്ള രീതിയിൽ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ ഗവേണൻസ് എന്ന് പറയുന്നത് കേവലം ഗവൺമെന്റ് മാത്രമല്ല, അതിനകത്ത് മാർക്കറ്റ് ഉണ്ട്, അതിനകത്ത് സിറ്റിസൺ ഉണ്ട്, അതിനകത്ത് സിവിൽ സൊസൈറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ഇപ്പോ G2G മോഡൽ, അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് മോഡൽ, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എന്തുണ്ട്? ഇത്തരത്തിലുള്ള ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സൈറ്റുകൾ ഉണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഗവൺമെന്റ് സിറ്റിസൺ മോഡൽ, ഇപ്പൊ IRCTC എന്ന് പറയുന്ന ആപ്പ്, അല്ലെങ്കിൽ M-പരിവാഹൻ, ടിപ്പിക്കൽ എക്സാമ്പിൾ M-പരിവാഹൻ. സോ അത് ഗവൺമെന്റ് സിറ്റിസൺ ആപ്പാണ്. ദെൻ G2B ഗവൺമെന്റ് ടു ബിസിനസ് ആപ്പ്. ഇപ്പൊ സിംഗിൾ വിൻഡോ ക്ലിയറൻസിനായിട്ടുള്ള ആപ്പുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോർട്ടലുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതെല്ലാം ഗവൺമെന്റ് ബിസിനസ് മോഡലാണ്. ആൻഡ് ഗവൺമെന്റ് ടു എന്റർപ്രൈസ് മോഡൽ. സോ അപ്പോ ഈ ഗവേണൻസ് വഴി ഗവൺമെന്റുമായിട്ട് ലിങ്കായി, ഗവൺമെന്റും സിറ്റിസണുമായിട്ട് ലിങ്കായി, ഗവൺമെന്റും ബിസിനസ്സുമായിട്ട് ലിങ്കായി, ഗവൺമെന്റും എന്റർപ്രൈസുകളുമായിട്ട് ലിങ്കായി. സോ ഒരു രീതിയിൽ നോക്കുമ്പോൾ പണ്ട് ഗവൺമെന്റ് വർക്ക് ചെയ്തിരുന്ന അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും, എല്ലാ തരത്തിലുള്ള കാര്യത്തിലും ഇപ്പോഴെന്ത് പറ്റി? ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വന്ന് നിൽക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കാര്യം.
അപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എന്ത് വരുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു ഇ ഗവേണൻസിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ എന്താണെന്ന് നോക്കാം. നമുക്കൊരു ഭയങ്കര വിഷനറി ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു രാജീവ് ഗാന്ധി എന്ന് പറയുക. രാജീവ് ഗാന്ധി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ, സ്പേസിൽ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ, ഡിഫൻസിൽ, IGMDP ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അതൊക്കെ തുടങ്ങിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കുഴപ്പം അദ്ദേഹം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു ലോങ് ടേമിലേക്കുള്ള പോളിസി ആയിരുന്നു. വളരെ ലോങ് ടേമിലേക്ക് ഒരുപാട് മുൻകൂട്ടി ദീർഘവീക്ഷണത്തോടെ കണ്ടിരുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത്തരത്തിലുള്ള പ്രോജക്റ്റില് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു കാര്യമാണ് 1976 തുടങ്ങിയ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ അഥവാ നിക് എന്ന് പറയുന്ന സാധനം. ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗവൺമെന്റ് സൈറ്റുകൾ നോക്കിയാൽ upsc.gov.nic.in എന്ന് പറയും. ആ നിക്, ആ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ 1980-90s വരുന്നു. അവരാണ് ഈ ഒരു ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുക. അവരവിടെ നിന്ന് നിക്നെറ്റ് എന്നുള്ള രീതിയിൽ 1987 ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്യുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന രീതിയിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 1999 ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ വളരെ ടൈം എടുത്തിട്ടാണ് നമ്മൾക്കൊരു ഇ ഗവേണൻസിന്റെ ഒരു എന്ത് വരുന്നത്, ഒരു എവല്യൂഷൻ വരും. നമ്മൾ ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് വൺ ഈസ് ഗവൺമെന്റ് ടെക് 1.0 അഥവാ 1990 തൊട്ട് 2000 വരെയുള്ള ടൈം. ഈ ഒരു ടൈമില് നമ്മളുടെ ഗവൺമെന്റ് എന്തിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കമ്പ്യൂട്ടറൈസേഷനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. നമ്മൾ വാന് അത്തരത്തിലുള്ള മൈനർ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഇനിഷ്യേറ്റീവ്, ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ഓഫീസിൽ തന്നെയുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെ തമ്മിൽ നെറ്റ്വർക്ക് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു നോക്കിയത്. അവിടെ നിന്ന് 2010 തൊട്ട് 2018 വരെ ഉണ്ടായിരുന്ന ടൈമില് നമ്മളൊരു ഓൺലൈൻ കണക്ടിവിറ്റി ഓപ്ഷൻ, അല്ലെങ്കിൽ ഗവൺമെന്റ് ടു ആക്ച്വലി കോർപ്പറേറ്റ്, അല്ലെങ്കിൽ സിറ്റിസൺ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഇ ഓഫീസുകൾ, CCTNSS എന്താ വെച്ചാൽ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ് എന്നാണ് പറയാ. ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻ. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയാം. 2018 അവസ്ഥയല്ലേ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ബംഗാളികളുണ്ട്. ഇനി ബംഗാളികൾ എന്നാണ് കേരള PSCയുടെ പരീക്ഷകൾ എഴുതുന്നത് നോക്കിയാൽ മതി. അത്രയും ബംഗാളികളുള്ളപ്പോ യവൻ അവിടെ വെസ്റ്റ് ബംഗാളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ത്രിപുരയിലോ ഒക്കെ ആരെയെങ്കിലുമൊക്കെ തച്ചു കൊന്നേച്ചോ അല്ലെങ്കിൽ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ ആയിരിക്കും വരുന്നത്. അവന്റെ ഒറിജിനൽ പേരൊക്കെ മാറ്റിയിട്ട് കേരളത്തിൽ വന്നിട്ട് ബാബു നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടായിരിക്കും ജീവിക്കുന്നത്. അവൻ ഇവിടെ ഇതുപോലെ തന്നെയുള്ള പരിപാടികൾ പിന്നെയും ചെയ്യും. അങ്ങനെ പരിപാടികൾ ചെയ്ത് ഇവനെ ഇപ്പൊ ഒരു മാലമോഷ കേസിൽ ഇവനെ എന്ത് ചെയ്തു, അറസ്റ്റിലായി എന്ന് വിചാരിക്കുക. ഒരു മാലമോഷണ കേസിൽ അറസ്റ്റിലായി. അങ്ങനെ ഒരു മാലമോഷണ കേസിൽ അറസ്റ്റിലാവുന്ന സമയത്ത് ഇവൻ അവിടെ വരുന്നു, മാലമോഷണ കേസിൽ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തൊണ്ടിയോടെ പിടിക്കുന്നു. എന്നിട്ട് അവിടെ ഈ പറയുന്ന രീതിയിൽ പെണ്ണ് വരുന്നു. പെണ്ണ് പറയുന്നു, പോലീസ് പറയുന്നു, മാല ഇപ്പൊ വേണമെങ്കിൽ മേടിച്ചിട്ട് നോക്കോ, ഇനി അത് കേസാക്കിയാൽ കേസെല്ലാം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ പെണ്ണെന്ത് പറയുന്നു, അയ്യോ എനിക്ക് സാറേ എനിക്ക് മാല കിട്ടിയാൽ എനിക്ക് കേസും വേണ്ട, ഒരു കുന്തവും വേണ്ട എന്ന് പറയുന്നു. അപ്പൊ അവനെ പിടിച്ച് പോലീസ് 2 ഇടി ഇടിക്കുന്നു. അപ്പൊ ഇവന് ഏത് കട്ടകളത്തിലാണോ അല്ലെങ്കിൽ എവിടെയാണോ അവൻ പണിയെടുക്കുന്നത്, ആ പണിയെടുപ്പിക്കുന്ന ആളവിടെ വരുന്നു. ആള് വന്നിട്ട് എന്ത് ചെയ്യുന്നു, പോലീസുകാരന് ഒരു 500 കൊടുക്കുന്നു. അവനെ അവിടുന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നു. അങ്ങനെ വരുമ്പോ അവനിവിടെ നേരത്തെ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അവൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ ഈ CCTNSS വന്നപ്പോ ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ആധാർ അടക്കമാണ് അതിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോ ഇവനെ ഇപ്പൊ നമുക്ക് ഒരുത്തനെ ഒരിടത്ത് വെച്ച് കിട്ടിയാല് അവന്റെ വെള്ളമൊന്ന് പിടിച്ചിട്ട് അവിടുത്തെ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള ആ ഒരു ഫിംഗർ പ്രിന്റ് റീഡറിലേക്ക് വെച്ചാല് അവൻ ഇന്ത്യയിൽ എവിടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അതെല്ലാം നമുക്ക് കിട്ടും. ഒരു നല്ല രീതിയിലുള്ള പ്രോസസ് അല്ലേ? അത്തരത്തില് ഈ പറയുന്ന എൻഡ് ടു എൻഡ് പ്രോസസ് അല്ലെങ്കിൽ ഈ പറയുന്ന CCTNSS പോലെയുള്ള ഇ ഓഫീസ് പോലെയുള്ള കാര്യങ്ങളായിരുന്നു ഗവൺമെന്റ് ടെക് 2.0 ചെയ്തത്. അവിടെ നിന്ന് ഇപ്പോ നമ്മളുടെ 3.0 വന്നപ്പോ ഒരു ഓപ്പൺ ഡിജിറ്റൽ എക്കോസിസ്റ്റം, an important thing, an ഓപ്പൺ ഡിജിറ്റൽ എക്കോസിസ്റ്റം. ഇപ്പൊ എന്താ വെച്ചാ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറി ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം, അത്തരത്തിലുള്ള എന്താണ്
ഒരു 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 ജീവിക്കാനുള്ള രീതിയിലുള്ള, അതായത് നമുക്ക് ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറിയിടോ ഇപ്പൊ നമ്മളുടെ ഈ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ ഒരു വിർച്വൽ റിയാലിറ്റി വേൾഡിലാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതിന്റെ എല്ലാ നല്ലതും എല്ലാ ചീത്തയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് TV വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു TV നിങ്ങൾക്ക് 3D ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ അലക്സ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാ എന്താ എന്ന് ചോദിച്ചിട്ട് അലക്സ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുഡ് തിങ് ആണ്. എന്നാൽ ഡീപ് ഫേക്ക് പോലെ അത്തരത്തിലുള്ള വീഡിയോസ് ഇറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഐഡന്റിറ്റി തന്നെ തെഫ്റ്റ് ആകുന്നുണ്ടെങ്കിൽ, സോ അത്തരത്തിലുള്ള സിറ്റുവേഷനുകളെല്ലാം ആക്ച്വലി എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു 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 നെഗറ്റീവാണ്. സോ ഇതെല്ലാം വരുന്ന ഒരു ഓപ്പൺ ഡിജിറ്റൽ എക്കോസിസ്റ്റം ഉണ്ടാക്കുക. സോ അത്തരത്തില് ഒരു NODE നാഷണൽ ഓപ്പൺ ഡിജിറ്റൽ എക്കോസിസ്റ്റം കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ആ പേരൊന്ന് എഴുതി വെച്ചു. ആ പേരാണ് INDEA. INDEA is an open and secure delivery platform or open digital ecosystem. ഒരു ഓപ്പൺ ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്ന് പറയും. ഞാൻ ഒന്നുകൂടെ കാണിക്കാം അതിന്റെ പേര്. PM വാണിയല്ല, സോറി ഞാൻ അത് ടൈപ്പ് ചെയ്തില്ലേ. ദിസ് വൺ. ഓക്കെ, INDEA. വാട്ട് ഈസ് INDEA? ഇന്ത്യ എന്റർപ്രൈസ് ആർക്കിടെക്ചർ എന്ന് പറയും. ഇന്ത്യ എന്റർപ്രൈസ് ആർക്കിടെക്ചർ. എന്താണ് ഇന്ത്യ എന്റർപ്രൈസ് ആർക്കിടെക്ചർ എന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ മിനിസ്ട്രീസും, നമ്മളെ ഡിഫറെന്റ് സ്റ്റേറ്റ്സും UTസും അവിടെയുള്ള തരത്തിലുള്ള സർവീസസും കാര്യങ്ങളും, സെൻട്രൽ ഗവൺമെന്റിന്റെ PSUs, അതുപോലെ തന്നെ പ്രൈവറ്റ് പീപ്പിള്, ഇവരെല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു ഗവേണൻസ് ആർക്കിടെക്ചറിനെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിനെയാണ് ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇന്ത്യ എന്റർപ്രൈസ് ആർക്കിടെക്ചർ എന്നുള്ള രീതിയിലേക്ക് പറയും. അതിലേക്ക് വരാം. സോ അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരും. സോ അങ്ങനെ ഇന്ത്യ ഇപ്പോ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുന്നത് നമ്മളുടെ ഒരു 4.0 അല്ലെങ്കിൽ ഗവേണൻസ് 4.0. ഗവേണൻസ് 4.0 എന്ന് പറയുന്നത് അടുത്ത വർഷത്തോടു കൂടി 1 ട്രില്യണിന്റെ എക്കോണമി, 1 ട്രില്യൺ ഡിജിറ്റൽ എക്കോണമി ഇസ് 1 ട്രില്യൺ $1 ട്രില്യൺ ഒരു ഡിജിറ്റൽ എക്കോണമിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. സോ ആ ഒരു രീതിയിൽ നമ്മളുടെ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഇനിഷ്യേറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ, സോ ആ ഒരു കാര്യങ്ങളല്ല NEGP നാഷണൽ ഗവേണൻസ് പ്ലാറ്റ്ഫോം അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാൽ ദിശ, പ്രഗതി, നമ്മളുടെ കേരളത്തിന്റെ അക്ഷയ കേന്ദ്ര, കർണാടകത്തിന്റെ ഭൂമി പ്രോജക്റ്റ്, ഇതെല്ലാം പിന്നീട് വരുവേ. അപ്പൊ ഓർത്തോണേ ഭൂമി കർണാടകയുടെയാണ് എന്നുള്ളത്. ഓക്കെ, സോ അത്തരത്തിൽ ഭൂമി കർണാടകത്തിന്റെ, അക്ഷയ കേന്ദ്ര കേരളത്തിന്റെ, സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നു, സിറ്റിസൺ സർവീസ് സെന്റേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ്. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ഡിജിറ്റൽ എക്കോണമിയിലേക്കും അങ്ങനെ ഒരു ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഒരു ഗവേണൻസ് 4.0യിലേക്കും പോകുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ്, സ്കീമുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലേക്ക് പറയാം. ഈ ഗവേണൻസിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത, ഗവേണൻസ് ഇസ് റാപ്പിഡ്ലി ബിക്കമിങ് ഗവേണൻസ്. അങ്ങ് മാറി, എല്ലാം മൊബൈലാണ്, മൊബൈൽ ഗവേണൻസ് ആണ്. അതായത് ആപ്പ് ബേസ്ഡ് ഗവേണൻസ്. ഇപ്പോഴത്തെ ഗവേണൻസ് എല്ലാം ആപ്പ് ബേസ്ഡ് ആണ്. ലൈക്ക് ഉമംഗ് ആപ്പ്, ഭീം ആപ്പ്, മൈ ഗവേണൻസ് ആപ്പ്, പരിവാഹൻ ആപ്പ്. സോ അത്തരത്തിലുള്ള ആപ്പുകൾ വഴി, ആപ്ലിക്കേഷൻസ് വഴി കുറച്ചും കൂടി സ്വിഫ്റ്റ് ആയിട്ടും ഉള്ള സ്വിഫ്റ്റ് ആൻഡ് സ്മാർട്ട് ഗവേണൻസ്. വാട്ട് ഈസ് ഗവേണൻസ്? ഇറ്റ് ഈസ് സ്വിഫ്റ്റ് ആൻഡ് സ്മാർട്ട് ഗവേണൻസ്. അതിനേക്കാളും കൂടുതൽ പോർട്ടബിലിറ്റി, കൺവീനിയൻസ്. സോ ഇതെല്ലാം ആപ്പുകളിലാണ് കൂടുതൽ. പോർട്ടബിലിറ്റി, കൺവീനിയൻസ്, ഇതെല്ലാം ആപ്പുകളിലാണ് കൂടുതൽ. സോ അത്തരത്തില് നമ്മളുടെ ഗവേണൻസ് മോഡൽ ഇപ്പൊ കസ്റ്റമൈസേഷൻ വന്ന് ഗവേണൻസിലേക്കും, സോ അത്തരത്തില് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു 1 ട്രില്യൺ എക്കോണമിയിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലേക്ക് പറയാം. സോ അതായത് ഇന്ത്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം, ഇതൊന്ന് നോക്കിക്കോളൂ. നമ്മളുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ മോട്ടോ എന്താ മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കേരള പോലീസിന്റെ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കേരള പോലീസിന്റെ മോട്ടോ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കേരള പോലീസിന്റെ വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആനയുടെ 2 സൈഡിലായിട്ട് മൃദുഭാവേ ദൃഢകൃത്യ എന്ന് പറയും. സോ അത്തരത്തില് ഡിജിറ്റൽ ഇന്ത്യയുടെ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്, പവർ ടു എംപവർ.
വാട്ട് ഇസ് എ മോട്ടോ ഓഫ് ഡിജിറ്റൽ ഇന്ത്യ? എ പവർ ടു എംപവർ, എ പവർ ടു എംപവർ. എംപവർ ചെയ്യാനുള്ള പവർ കൊടുക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ മോട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ മൂന്ന് രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിലേക്കാണ് കൊണ്ടുവരുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ബിൽഡിംഗ് എ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഇത്തരത്തിലുള്ള ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വഴി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭാരത് നെറ്റ്, ഈ ഭാരത് നെറ്റിന്റെ പഴയ പേര് NOF എന്നായിരുന്നു, നാഷണൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എന്നായിരുന്നു. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. നമുക്ക് കേരളം പറയാം, കെ ഫോൺ ഇനിഷ്യേറ്റീവ് ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളുടെ ദർപ്പൺ പ്രോജക്ട്, ഓക്കെ, മേഘ്രാജ് പ്രോജക്ട്, സെർട്ടിൻ പ്രോജക്ട്. വാട്ട് ഇസ് സെർട്ടിൻ ഒന്ന് എഴുതി വെച്ചു. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്ന് പറയും. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ, സെർട്ടിൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ. എന്താണ് ഈ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന രീതിയിലുള്ള ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ, മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ, ഇപ്പൊ പെട്രിയ വന്നു, വാനാക്രൈ വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പെഗാസസ് വന്നു. സോ ഇത്തരത്തിലുള്ള അറ്റാക്കുകളെ ചെറുക്കുവാനുള്ളതും അതിനെ എന്ത് ചെയ്യാൻ, ചെറുത്ത് തോൽപ്പിക്കാനുമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് സെർട്ടിൻ അഥവാ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ദേ ആർ ആക്ച്വലി ദ സൈബർ വാരിയേഴ്സ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഡിജിറ്റൽ സർവീസ്. അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിൽ ആയിട്ടുള്ള രീതിയിലുള്ള സർവീസുകൾ, ഉമംഗ് ആപ്പ്, ഈനാം ആപ്പ്, ഭീം ആപ്പ്, നാഷണൽ ഗവേണൻസ് പ്ലാറ്റ്ഫോം 2.0. സോ അത്തരത്തിലുള്ള സർവീസുകളും ഗവേണൻസും കൊണ്ടുവരിക. അതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരിക. എന്ത് കൊണ്ടുവരിക? ഡിജിറ്റൽ ലിറ്ററസി. PM ദിശ പ്രോജക്ട്, പ്രൈം മിനിസ്റ്റർ ദിശ പ്രോജക്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ലിറ്ററസി വളരെയധികം കൂട്ടാൻ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഗവേണൻസ് പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നു, പക്ഷെ ജനങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ അറിയില്ല, മൊബൈലിനകത്ത് ഈ പറയുന്ന രീതിയിലെ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. സോ അത് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന രീതിയിൽ PM ദിശ പോലുള്ള ഡിജിറ്റൽ ലിറ്ററസി പ്രോജക്റ്റുകൾ കൊണ്ടുവരും. MyGovernance.in പോലത്തെ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സർവീസുകൾ കൊണ്ടുവന്നു. അങ്ങനെ 3 തരത്തിലുള്ള പില്ലേഴ്സ് ആണ് ഡിജിറ്റൽ ഇന്ത്യക്ക് ഉള്ളത്. ഓക്കെ, ഇതിനെ പില്ലേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, മിഷൻ മോഡ് എന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് നോട്ട് ആക്ച്വലി ലൈക്ക് പില്ലേഴ്സ്, ഐ എം റിയലി സോറി, മിഷൻ മോഡ്. കാര്യം ഡിജിറ്റൽ ഇന്ത്യയുടെ 9 പില്ലേഴ്സ് നെക്സ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മിഷൻ മോഡ് 3 എണ്ണമാണ്. ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, ഡിജിറ്റൽ സർവീസും ഗവേണൻസും ക്രിയേറ്റ് ചെയ്യുക, ഡിജിറ്റൽ ലിറ്ററസിയും എംപവർമെന്റും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം. ആ ഒരു രീതിയിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിജിറ്റൽ ഇന്ത്യ, വാട്ട് ഇസ് ഡിജിറ്റൽ ഇന്ത്യ? early 2014 എന്ന് പറഞ്ഞാലും തെറ്റില്ല, 2014-15 early 2015 സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഏറ്റവും വലിയ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഗവേണൻസ് പ്രോജക്റ്റിനാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ ഒരു 9 പില്ലേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുന്നതിൽ തെറ്റില്ല. കാരണം ചിലപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഓപ്ഷനുകളായി ചോദിക്കാം. സോ വാട്ട് ഈസ് ഡിജിറ്റൽ ഇന്ത്യ? ആക്ച്വലി ട്രാൻസ്ഫോമിംഗ് ലൈഫ് ത്രൂ ഗവേണൻസ്. ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ചെയ്യുക. എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക? ഗവേണൻസ് പ്രോജക്റ്റുകൾ വഴി ട്രാൻസ്ഫോം ചെയ്യുക. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രോഡ്ബാൻഡ് ഹൈവേസ്, ഇന്ത്യയിൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ഹൈവേസ് കൊണ്ടുവരിക, ഹൈസ്പീഡ് ഇന്റർനെറ്റ് കൊണ്ടുവരിക, 5G നെറ്റുകൾ കൊണ്ടുവരിക, അതെല്ലാം ബ്രോഡ്ബാൻഡ് ഹൈവേ ആണ്. പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം, നിങ്ങൾ നോക്കിയാൽ റെയിൽ നെറ്റ് ഉണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ചെല്ലാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ എംപിമാരുടെ തന്നെ ഫ്രീ ആയിട്ടുള്ള എന്തുണ്ട്, വൈഫൈകൾ ഉണ്ട്. നമ്മുടെ ശശി തരൂർ തന്നെ കൊടുക്കുന്ന ഫ്രീ ആയിട്ടുള്ള വൈഫൈ, അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ K-Wi-Fi ഉണ്ട്. സോ അത്തരത്തിലുള്ളതെല്ലാം പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫർമേഷൻ ഫോർ എവരി വൺ. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനും കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം. അതായത് ഇൻഫർമേഷൻ, നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് പോലും ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഗവൺമെന്റ് സൈറ്റുകളിൽ പോയാൽ തന്നെ അപ്പോഴുള്ള റിയൽ ടൈം ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ. സോ അത്തരത്തിലുള്ള കാര്യം. ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം, നമ്മൾ വിതയ്ക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ഇത്തരത്തിലുള്ള ഒരു 5G സെറ്റപ്പ് നമുക്ക് വരുമെന്ന്. ഇത്തരത്തിൽ നമുക്ക് ക്ലാസ്സുകൾ, ഈ പറയുന്ന നമ്മളുടെ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നതും സൂം എന്ന് പറയുന്നതും ആക്ച്വലി കോവിഡ് വന്നപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത
ഒരു ഡിജിറ്റൽ ഇന്ത്യയുടെയും ഒരു ഡിജിറ്റൽ വേൾഡിന്റേതുമായിട്ടുള്ള ഒരു എന്താണ് ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് പോലും അതിനോട് ഇൻഡപ്റ്റഡ് ആണ്. സോ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഫോർ എവരി വൺ ആൻഡ് early harvest program and then universal access to phones. ഫോണിനോട് നോ ഇല്ല. there was actually a no to phone. ഫോണുകള് ഒരു നോ പറഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പൊ ഫോൺ ആണ് എല്ലാം. ദാറ്റ് ഇസ് എ യൂണിവേഴ്സൽ ആക്സസ് ടു ഫോൺ. ഫോൺസിലേക്ക് എല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് സൈറ്റുകൾ, ഗവൺമെന്റ് പ്രോഗ്രാമുകൾ, ഗവൺമെന്റ് സർവീസുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ആൻഡ് IT ഫോർ ജോബ്സ്, അതായത് ജോബ്സിലേക്ക് IT അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്ടറിലേക്കും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസ്. സൊമാറ്റോ പോലും ഫോർ IT ഫോർ ജോബ്സ് ആണല്ലോ. ഊബർ പോലും IT ഫോർ ജോബ്സ് ആണ്. ഓക്കെ, ഊബർ ഈസ് എൻ എക്സാമ്പിൾ, സൊമാറ്റോ ഈസ് എൻ എക്സാമ്പിൾ, ഈവൻ ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോൺ ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ IT ഫോർ ജോബ്സ്. സോ അത്തരത്തില് ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസസും സ്റ്റാൻഡേർഡുകളും കൊണ്ടുവരുന്നു. ആൻഡ് ഈ ക്രാന്തി അതും ഏകദേശം എന്താണ്, ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസ് ആണ്. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഇലക്ട്രോണിക് ഡെലിവറിക്ക് നമ്മളൊരു ഒത്തന്റിസിറ്റി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ക്രാന്തി കൊണ്ടുള്ള പ്രത്യേകത. ഈ ക്രാന്തി പ്രോജക്റ്റുകൾ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസസ് നമ്മൾ കൊണ്ടുവരുന്നു, അതിനൊരു ഒത്തന്റിസിറ്റി കൊണ്ടുവരുന്നു, അതിനൊരു അക്സെപ്റ്റൻസ് കൊണ്ടുവരികയും ചെയ്യും. ആൻഡ് പ്രോപ്പർ ഈ ഗവേണൻസ്, റിഫോമിംഗ് ഗവൺമെന്റ് ത്രൂ ടെക്നോളജി. നമ്മൾ ടെക്നോളജി വഴി നമ്മൾ ഗവൺമെന്റിനെ തന്നെ റിഫോം ചെയ്യുന്നു. എങ്ങനെ റിഫോം ചെയ്യുന്നു? ഗവൺമെന്റിൽ പണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകണമായിരുന്നു, നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോകണമായിരുന്നു, നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കാത്തുകെട്ടി അവിടെ ഇരുന്നിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള ഓരോ തരത്തിലുള്ള നമ്മളുടെ എന്ത് മേടിക്കുന്നത്, നമ്മളുടെ രേഖകളും അല്ലെങ്കിൽ OBC സർട്ടിഫിക്കറ്റും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മേടിക്കും. അപ്പൊ അവിടുത്തെ ആൾക്കാർ നമ്മളോട് എന്ത് ചെയ്യും, നമ്മളുടെ അടുത്ത് ഈ പറയുന്ന രീതിയിൽ അവര് നമ്മളോട് എന്ത് ചോദിക്കൂടും, നമ്മളോട് ലഞ്ചം ചോദിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്ത് ചോദിക്കും, നമ്മളുടെ അടുത്ത് കറപ്ഷൻ ഉണ്ടാവും. സോ ആ കറപ്ഷൻസ് മാറ്റാൻ പറ്റി. എങ്ങനെ? നമുക്ക് എവിടെ പോയാൽ മതി, ഇപ്പൊ നമുക്ക് വില്ലേജ് ഓഫീസിൽ പോകണ്ട, നമുക്ക് അക്ഷയ സെന്ററിൽ പോയാൽ മതി. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് നമ്മളുടെ അക്ഷയ ചേച്ചി. എന്നാലും പോട്ടെ. അങ്ങനെ ആ പറയുന്ന രീതിയിൽ അക്ഷയ സെന്ററുകളിൽ പോകാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ അങ്ങനെ ഗവൺമെന്റിനെ തന്നെ റിഫോം ചെയ്തു, മിഡിൽമെന്നുകളെ ഒഴിവാക്കി, കറപ്ഷൻ ഒഴിവാക്കി, നമുക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റി, മുന്നോട്ടേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വരുന്നു. നിങ്ങൾ ഈ സഞ്ജീവനി പോർട്ടൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സഞ്ജീവനി പോർട്ടൽ ഇല്ല. നമുക്ക് ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡോക്ടർമാരെ കാണാം, ആ ഒരു ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അത്തരത്തിലുള്ള രീതിയിലുള്ള ഈ സഞ്ജീവനി പോർട്ടലുകൾ അത്തരത്തിലുള്ള പോർട്ടലുകൾ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ വരുന്നു. സോ അങ്ങനെ നമ്മളുടെ ഗവൺമെന്റിനെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആക്ച്വലി റിഫോം ചെയ്തു എന്നുള്ളതാണ് കാര്യം. സോ അത്തരത്തിലുള്ള റിഫോംസ് എല്ലാം പോസിബിൾ ആയത് നമ്മളുടെ ഡിജിറ്റൽ ഇന്ത്യ വഴിയാണ്. And the last target is actually like electronic manufacturing. That is actually target net zero import. നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് സീറോ ഇമ്പോർട്ട്. നമ്മൾ ഒരു 2025 കൂടി, ലൈക്ക് 2030 കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ടാർഗറ്റ് നെറ്റ് സീറോ. നമ്മൾ ₹1 പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു സാധനം പോലും എന്ത് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. പുറത്തുനിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ഇമ്പോർട്ട്. അതായത് നമ്മളിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് വിവോ ആണ്. ഓക്കെ, നത്തിങ് ആണ്. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടാബ് എന്ന് പറയുന്നത് സാംസങ് ആണ്. സോ അത്തരത്തിലുള്ള ടാബും സാധനങ്ങളും നമ്മൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നതാ. സോ അതെല്ലാം മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു. ഇതിനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുന്നു. സോ അത്തരത്തില് 9 പില്ലേഴ്സ് ആണ് ഡിജിറ്റൽ ഇന്ത്യക്കുള്ളത്. ബ്രോഡ്ബാൻഡ് ഹൈവേ, പബ്ലിക് ഇന്റർനെറ്റ് പ്രോഗ്രാം, ഇൻഫർമേഷൻ ഫോർ എവരിവൺ, ഏർലി ഹാർവസ്റ്റ്, യൂണിവേഴ്സൽ ആക്സസ് ടു ഫോൺ, IT ഫോർ ജോബ്, ഈ ക്രാന്തി, ഈ ഗവേണൻസ് ആൻഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ആണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാമെന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ലൈക്ക് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ക്ലാസ്സിൽ ഈ ഒരു ഇ ഗവേണൻസ് പ്രോജക്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനകത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, അതിനകത്തുള്ള റോഡ് ബ്ലോക്സ് എന്താണ്, ആ ഒരു റോഡ് ബ്ലോക്സ് മാറ്റാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റുകളും എന്തൊക്കെ പോളിസി, അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് പാർട്ട്,
എന്തൊക്കെ തരത്തിലുള്ള പോളിസീസ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ആപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി നോക്കേണ്ട കാര്യം. മൂന്നാമതായി നോക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു ഇ ഗവേണൻസ് പ്രോജക്റ്റുകൾ പോളിസീസ് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ പോളിസീസ് തന്നെ അതായത് എന്തൊക്കെ ആക്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള റെഗുലേഷൻസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റും കേരള ഗവൺമെന്റും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി കറണ്ട് അഫയേഴ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് അതിന്റെ റോഡ് ബ്ലോക്കും കാര്യങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഡിഫറെന്റ് മിഷൻ മോഡ് പ്രോഗ്രാംസും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളും എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?